ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ മഹത്വം കരയേറ്റാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടിയാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭനാമമത്. വാനിലും ഭൂവിലും വന്നിത വല്ലഭനാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമാം ദൈവ നാമമത്. ഉത്തമ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമാം ദൈവ നാമമത്. ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത്. ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത്. യേശുവിൻ്റെ ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത്. ഓ സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത്. ഭയം മുറ്റുമകറ്റിടും നാമമത്. ഭയം മുറ്റുമകറ്റിടും നാമമത്. യേശുവിൻ്റെ നാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഓ യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഈ നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ചുമതലപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തിൽ നന്ദിയും വന്ദനവും ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഒരിക്കൽ കൂടി വായിക്കാം.
ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വളരെ പരിചിതമായ തിരുവെഴുത്താണല്ലോ. സാധാരണ കൺവെൻഷനുകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു വാക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തുകയും പേരുകളൊക്കെ പറയുക പതിവുണ്ട്. ഇന്ന് അതിനൊന്നും മുതിരുന്നില്ല. കുഞ്ഞോനച്ചാൻ ഉറപ്പിച്ച പോലെ യേശു മാത്രം ഉയരട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ദൈവത്തിന്റെ മഹത്വം. വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാ നമുക്കറിയാം വെളിപ്പാട് പുസ്തകം. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അങ്ങനെ മൊത്തം 66 പുസ്തകം നമുക്കറിയാം. ചില ആൾക്കാർക്ക് കുറച്ച് പുസ്തകം കൂടെ കൂടുതലുണ്ട്. അതാരാന്ന് ചോദിച്ചാൽ ഞാനിപ്പോ അതിന് മറുപടി പറയുന്നില്ല. മനസ്സിലാക്കാൻ അവരെ കാണുമ്പോൾ അറിയാം പുസ്തകം കൂടുതലുള്ള ആൾക്കാരാ പോകുന്നെന്ന്. അവരുടെ വസ്ത്രധാരണം, സംസാരം, രീതികള്, ഇടപാടുകളൊക്കെ കാണുമ്പം ഈ പുസ്തകം പഠിക്കുന്നവർക്കറിയാം ഇത് പുസ്തകം കൂടുതലുള്ള ആൾക്കാരാ ഈ പോകുന്നത്. അങ്ങനെ പറഞ്ഞ ആ ഭാഗം വിടുക. അപ്പോൾ ആകെ 66 പുസ്തകം. ഈ പുസ്തകത്തെ പറ്റി കൊടുത്തിരിക്കുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ ദൈവത്തിന്റെ വചനം, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനം, ഉലകിലൊരുക്കി ശുദ്ധി ചെയ്ത ദൈവത്തിന്റെ വചനം, തേനിലും തേൻകട്ടയിലും മധുരമുള്ള ദൈവവചനം, അതിവേഗത്തിൽ ഓടുന്ന തിരുവചനം. അപ്പൊ ഇങ്ങനെയുള്ള തിരുവചനമാണ് ഈ 66 പുസ്തകം. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അങ്ങനെ മൊത്തത്തില് 66 പുസ്തകം. ഈ പുസ്തകം എടുക്കാനിടയാകെ തന്നെ വലിയ ഭാഗ്യമാണ്. ഇത് കയ്യിൽ ലഭിച്ചത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവനും എല്ലാം ഭാഗ്യവാന്മാരാണ്. ആ സാവകാശവും അവസരവും ദൈവം നമുക്ക് തന്നതോർത്ത് ഇന്ന് രാത്രിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇത് കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമാണ്. അതോർത്ത് ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. അതെ, ഈ പുസ്തകം എടുത്തവർക്കാർക്കും ഒരു ദോഷം വന്നിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം. ഇത് ചെന്ന് കയറിയ വീടിനെല്ലാം അനുഗ്രഹമാണ്. ഇത് ഏത് ദേശത്ത് ഉയർത്തപ്പെട്ടോ ആ ദേശത്തിന് അനുഗ്രഹമാണ്. ഇത് ഏത് രാജ്യത്ത് ഈ പുസ്തകം ഉയർത്തിയോ ആ രാജ്യത്തിന്റെ മട്ടും പ്രകൃതിയും മാറി. ഇതാരൊക്കെ എടുത്തു അവർക്കെല്ലാം അനുഗ്രഹമാണ്. ദൈവത്തിന്റെ മഹത്വം. അത്രയ്ക്ക് ശ്രേഷ്ഠമേറിയ പുസ്തകമാണ് ഈ തിരുവെഴുത്ത്. ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഇത് അവസരം കിട്ടുമ്പോൾ വായിക്കുകയും ധ്യാനിക്കുകയും ഇതിലെ കാര്യങ്ങൾ പ്രമാണിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. ദൈവം അവരെ വീണ്ടും ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ പുസ്തകത്തിന്റെ പല വിശേഷതകളിൽ 1-2 വിശേഷത നിങ്ങൾക്കറിയാം. അറിയാത്ത ആരെങ്കിലും ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിന് ഈ കാര്യം പറഞ്ഞു. വിശേഷിച്ച് ഇന്ന് രാത്രിയിലെ പ്രസംഗം പെന്തിക്കോസുകാർക്ക് വേണ്ടിയല്ല, നിങ്ങൾ ബലപ്പെടാന്നോർത്ത് വന്നതാ. ബലപ്പെടുന്നെങ്കിൽ ബലപ്പെട്ടു. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനാ ഈ പുസ്തകത്തിന്റെ വിശേഷത. ഏതാണ്ട് 140 എഴുത്തുകാര് നിങ്ങൾക്കറിയാം 1600 ചില്ലുവാനം വർഷം കൊണ്ട് എഴുതി എടുത്ത പുസ്തകമാണ് ഈ പുസ്തകം. നിങ്ങൾക്കറിയാം ഇതുപോലെ ഒരു എഴുത്തും ഒരു ശൈലിയും വേറൊരു പുസ്തകത്തിനുമില്ല. ലോകത്തിൽ പല പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. അതല്ല 1-2 പേര് ഇരുന്ന് എഴുതി. ചിലര് അവർക്ക് എഴുതാനൊക്കെ ഞാൻ വേറെ ഒരാളെ കൊണ്ട് എഴുതി. അതല്ലെങ്കിൽ ചിലര് അവർക്ക് പറയേണ്ട കാര്യമാണ്, പക്ഷെ അത് കുഴപ്പടി ആയതുകൊണ്ട് വേറെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച് എഴുതിയ പുസ്തകങ്ങളുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിന്റെ വിശേഷത ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് 140 എഴുത്തുകാര് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന ഈ പുസ്തകങ്ങൾ ഓരോന്നും രചിച്ചിരിക്കുന്നത്. ഇവർ പലരും അന്യോന്യം കണ്ടിട്ടില്ല.
പലരും തമ്മിൽ അടുത്ത സഹവാസം നടത്തിയിട്ടില്ല. അത്രയും വർഷത്തിന്റെ പഴക്കമുണ്ടല്ലോ. അപ്പോൾ ആരും പലരും കണ്ടിട്ടില്ല, സഹകരിച്ചിട്ടില്ല, യാതൊരു പരിചയവും പലരും തമ്മിൽ നേരിട്ടില്ല. എന്നിരുന്നാലും ഈ പുസ്തകം ഇങ്ങനെ എഴുതി ക്രമപ്പെടുത്തി. ഇത് രാജാക്കന്മാർ ഈ പുസ്തകം ചിലത് എഴുതിയിട്ടുണ്ട്, ഭരണ തന്ത്രജ്ഞന്മാർ ഈ പുസ്തകം എഴുതിയിട്ടുണ്ട്, സംഗീത ശുശ്രൂഷ ചെയ്യുന്നവർ ഈ പുസ്തകം എഴുതിയിട്ടുണ്ട്, ആട്ടിടയന്മാരെ കൊണ്ട് ഇതിൽ ചില പുസ്തകം എഴുതിച്ചിട്ടുണ്ട്, ഡോക്ടർ ഈ പുസ്തകം എഴുതിയിട്ടുണ്ട്, മീൻ പിടിക്കാൻ പോകുന്ന സാധാരണക്കാരാകുന്ന പ്രിയപ്പെട്ടവർ അവരെ കൊണ്ട് ദൈവം ഈ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുപോലെ സൈന്യാധിപന്മാരെ കൊണ്ട് ഈ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഉന്നത ശ്രേണിയിൽപ്പെട്ട വ്യക്തികളെ കൊണ്ട് ഈ പുസ്തകം എഴുതിയിട്ടുണ്ട്, താഴേക്കിടയിൽപ്പെട്ട വ്യക്തികളെയും കരത്തിലെടുത്ത് ഇതിനകത്ത് പുസ്തകം എഴുതി. അങ്ങനെ 66 പുസ്തകം പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാര്. നമുക്കറിയാം ലോകത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതാണ്ട് 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നാണ് ഈ പുസ്തകം ചമച്ചിരിക്കുന്നത്. എന്നാൽ ഈ പുസ്തകത്തിന്റെ വിശേഷത ഇത് എഴുതി വന്നപ്പോൾ ഇതെല്ലാം ഒരുപോലെ യോജിച്ചെന്നുള്ളതാണ്. ഈ 1600 കൊല്ലം കൊണ്ട് ഇതിൽ എഴുതിയിരിക്കുന്നതിന് മാറ്റേണ്ടി വന്നിട്ടില്ല. അയ്യോ എഴുതിയത് തെറ്റിപ്പോയി എന്നാ ഇങ്ങനെ അങ്ങാക്കാം എന്ന് പറയാൻ ഒത്തിട്ടില്ല. ആമേൻ, സ്തോത്രം. മാത്രമല്ല അത് ആദ്യം എഴുതിയ പുള്ളിക്ക് ഒരു അബദ്ധം പറ്റിയതാ. നമുക്കത് തൂത്ത് കളഞ്ഞേച്ച് തൂക്കുറവർ കൊണ്ട്, പണ്ടൊക്കെ അങ്ങനെ തൂക്കുറവർ കൊണ്ട് തൂത്തേച്ച് നമുക്ക് പുതിയതൊന്ന് എഴുതാമെന്ന്, അങ്ങനത്തെ ഗതികേട് ഈ പുസ്തകത്തിന് വന്നിട്ടില്ല. ഇതിനകത്ത് പ്രതിപാദ്യ വിഷയം എന്താണെന്നറിയാമോ? മനുഷ്യവർഗത്തിന്റെ രക്ഷ. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാ, ആമേൻ ആമേൻ, സകല മനുഷ്യർക്കുമുള്ള രക്ഷ. ദൈവത്തിന്റെ മഹത്വം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമുക്ക് മനഃപാഠമാ. എന്നാലും ഒന്ന് വായിച്ചോ. ഇത് നമുക്കെല്ലാവർക്കും തിട്ടമാ. അറിയാത്ത ആരേലും ഉണ്ട് അവരുടെ അറിവിനാ വായിക്കുന്നത്. അല്ല, അവരെ ഉദ്ദേശിച്ചാണല്ലോ യോഗം വെച്ചേക്കുന്നത്, നമ്മളെ ഉദ്ദേശിച്ചല്ലല്ലോ യോഗം വെച്ചേക്കുന്നത്. നമ്മളെ ഉദ്ദേശിച്ച് യോഗം വെക്കാൻ തന്നെ ഉപവാസ പ്രാർത്ഥനയോ കാത്തിരിപ്പ് യോഗം വെച്ചാൽ മതി. ഇത് മറ്റുള്ളവർ ആരെങ്കിലും ഒരാളെങ്കിലും ഇത് കേൾക്കണം. അങ്ങനെ കേട്ടവർ യേശുവിനെ അറിഞ്ഞാൽ ഈ യോഗം വിജയമാണ്. ഈ പള്ളിക്കലുള്ള എല്ലാവരും വന്ന് യേശുവിനെ അറിയണമെന്ന എൻ്റെ ആഗ്രഹമോ ദൈവത്തിന്റെ ആഗ്രഹമോ അത് ഒത്തില്ലെങ്കിൽ ഇന്ന് രാത്രി ഒരാൾ യേശുവിനെ അറിഞ്ഞാൽ ഈ യോഗം വിജയമാണ്. അപ്പോൾ ഇതിലെ പ്രതിപാദ്യ വിഷയം 2:11 തീത്തോസ് വായിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ ഇതിലകത്ത് പ്രതിപാദ്യ വിഷയം സകല മാനവരാശിക്കും രക്ഷയുണ്ടാകണം. എന്നെ കേൾക്കുന്ന സകല ആൾക്കാരും രക്ഷിക്കപ്പെടണം. ഈ ദേശത്തുള്ള സകല ആൾക്കാരും രക്ഷിക്കപ്പെടണം. ഈ ശബ്ദപരിധിയിൽ ശബ്ദസീമയിൽ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ ഈ സമീപവാസികൾ, പ്രിയപ്പെട്ടവർ ദൂരത്തിരുന്ന് ശ്രദ്ധിക്കുന്നെങ്കിൽ, ഓൺലൈനിൽ കൂടി ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, എല്ലാവരോടും പറയാനുള്ള മുഖ്യ സന്ദേശം എല്ലാവരും രക്ഷിക്കപ്പെടണം. അവൻ രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു നാമം, ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ പരിശുദ്ധ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തുനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തുനാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൽ വല്ലഭത്വമുള്ള നാമം. ഓ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ഓ ശ്രീയേശുനാമം അതിശയനാമം, എനിക്കിമ്പനാമം. ആമേ ശ്രീയേശുനാമം അതിശയനാമം, എനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമമാണ് യേശുവിന്റെ നാമം. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു നാമം, ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു മാത്രം രക്ഷകൻ. അപ്പോൾ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ, അതാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. ഇതിനകത്ത് പ്രതിപാദ്യ പുരുഷൻ, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു.
എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. അവിടുത്തെ പോലെ യോഗ്യനും ശ്രേഷ്ഠനും ഉന്നതനും മഹിമയുള്ളവനും മഹത്വമുള്ളവൻ വേറൊരുത്തരുമില്ല. ദൈവത്തിന് മഹത്വം. TKS പാടിയ പാട്ട് വരി ഇങ്ങനെ: അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല. ഇന്ന് രാത്രി എല്ലാവരിലും യോഗ്യനാകുന്ന, ശ്രേഷ്ഠനാകുന്ന, ഉന്നതനാകുന്ന ഒരുവനുണ്ട്, നസറായനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുള്ളതിനാൽ ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ആട്ടെ, മുമ്പോട്ട് ഞാൻ ചെപ്പളായോ നിർത്തണ്ട. 9 അതാ വാച്ചൂട് ഞാൻ തരും. ഓ 10 മിനിറ്റ് വേണ്ടി, 9 തന്നെ കൂടുതലാണ്. ഗുണമാകാനാന്ന് 8:30 ആകും. മതി, അതൊക്കെ മതി. വേറെ ആരെല്ലാം ആ വാച്ച് ഞാൻ അതൊന്നും ഇത് കറക്റ്റാണോ? അല്ല, ഒന്നോച്ചാൽ എന്നെ ശരിയാക്കും. ഇതിലിപ്പോൾ 7:30 കഴിഞ്ഞ് കറക്റ്റാന്നേ. അപ്പം മതി, അത്ര മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഏറ്റവും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു ഈ 66 പുസ്തകത്തിലും എഴുന്നു നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിപ്രഭാവം, അത് യേശു ക്രിസ്തുവാണ്. സ്ത്രീയുടെ സന്തതിയായി ഉൽപ്പത്തി പുസ്തകം മുതൽ തുടങ്ങി വെളിപ്പാട് പുസ്തകത്തിൽ തന്റെ തിരുസഭയെ വേളികടിക്കാൻ വരുന്ന ആ കുഞ്ഞാടായ ക്രിസ്തുവിനെ ഓരോ അധ്യായത്തിലും അങ്ങോട്ട് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. ഇന്ന് രാത്രി ആ പരിശുദ്ധനാകുന്ന മഹിമയുള്ള മഹത്വമുള്ള നസറായൻ നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. ആട്ടെ, മുമ്പോട്ട് പോകാം. നമ്മൾ ഒടുവിലത്തെ പുസ്തകമാണ് വായിച്ചത്, വെളിപ്പാട് പുസ്തകം. മറ്റു കാര്യങ്ങളെല്ലാം വിടുക. വെളിപ്പാട് പുസ്തകം നമുക്കറിയാം. വെളിപ്പാട് എന്ന് പറഞ്ഞ മറഞ്ഞിരുന്ന വിഷയം തക്ക സമയത്ത് വെളിപ്പെടുത്തി കൊടുത്തു. ഇത് പെട്ടെന്നുണ്ടായതല്ല. ദൈവം തമ്പുരാൻ തന്റെ തിരുഹിതത്തിന്റെ നിർണയപ്രകാരം എല്ലാം ഒരുക്കി ക്രമീകരിച്ച് ക്രമപ്പെടുത്തി വെച്ചു. അത് സമയമായപ്പോൾ അനാച്ഛാദനം ചെയ്ത് അവൻ വെളിപ്പെടുത്തി കൊടുത്തു. അതാണല്ലോ വെളിപ്പാട് പുസ്തകം. ചില ആൾക്കാർ ഇതിനെ വെളിപാട് പുസ്തകം എന്ന് പറയാറുണ്ട്. ചിലര്, നിങ്ങളിലും ചിലര് പണ്ട് ഇങ്ങനെ മലയാള ഭാഷയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വെളിപാട് പുസ്തകം. ഇപ്പോഴും ഓർക്കുന്ന വയലത്തല അവറാച്ചൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വെളിപാട് പുസ്തകം എന്ന് പറയരുത്, ദൈവമക്കൾ വെളിപ്പാട് പുസ്തകം എന്ന് പറയണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 1:1. അപ്പോൾ ഒരാൾ വായിച്ചു കൊടുത്തു, യേശു ക്രിസ്തുവിന്റെ വെളിപാട്. അപ്പോൾ അവറാച്ചൻ പറഞ്ഞു, രക്ഷപ്പെടുമെന്ന് യാതൊരു സാധ്യതയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വെളിപ്പാട് പുസ്തകം മറ നീക്കി വെളിപ്പെടുത്തി കൊടുക്കുക. നമുക്കറിയാം, ഓരോ അധ്യായത്തിലും അവൻ പെട്ടെന്ന് മനസ്സിലാകുവാൻ, പഠിക്കുവാൻ ഓരോ വിഷയങ്ങളായിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. വെളിപ്പാട് പുസ്തകം നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ സ്തോത്രം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, അഥവാ ഞാൻ എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ അത് കോലയെ കുത്തിക്കൊണ്ട് നടക്കരുത്. സ്തോത്രം, നമുക്കെല്ലാവർക്കും പൂർണ്ണരല്ലല്ലോ. അപ്പോൾ സ്തോത്രം, അതുകൊണ്ട് നിങ്ങളും എന്നോട് സഹകരിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണം. സ്തോത്രം, എന്നെ ഒതുക്കാനായിട്ടിരിക്കരുത്. സ്തോത്രം ഒന്നും പറയാതെ എന്നെ ഇങ്ങനെ ആരെ വീട് കൊണ്ടൊന്ന് നോക്കി ഒതുക്കാനിരിക്കരുത്. അതെനിക്ക് കാണുമ്പോൾ മനസ്സിലാകും ഒതുക്കാനാണോ എന്ന്. നമുക്ക് ഒന്നിച്ച് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിന്റെ മഹിമയെ പറ്റി കാണുകയാണ്. അതേ വെളിപ്പാട് പുസ്തകം പെട്ടെന്ന് പഠിക്കാൻ 1-ാം അധ്യായത്തിൽ നമുക്കറിയാം, തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു 2-3 അധ്യായങ്ങളിൽ 7 സഭയ്ക്കുള്ള ദൂതുകളാ. 4-ാം അധ്യായത്തിൽ വിവാദ അധ്യായമാ. സഭ എടുക്കപ്പെടുന്നില്ലെന്നും എടുക്കപ്പെടുന്നെന്നും ഇപ്പൊ പോകുകയെന്നൊക്കെയുള്ള തർക്കമാ. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിൽ, 5-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പിന്റെ ഗാനമാ. ഏത് ഭൂമിയുടെ വീണ്ടെടുപ്പ്. 6-ാം അധ്യായത്തിൽ മുദ്ര പൊട്ടിക്കുന്നതായിട്ട് കാണുന്നു. 6-ാം അധ്യായത്തിൽ 6 മുദ്ര പൊട്ടിക്കുന്നു. 6 മുദ്ര പൊട്ടിക്കുമ്പോൾ ആദ്യത്തെ മുദ്രകളിൽ 4 കുതിരയെ കാണുന്നുണ്ട്. 6-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിൽ 6-ാം മുദ്ര പൊട്ടിക്കുന്നു. 7-ാം അധ്യായത്തിൽ മുദ്രയേൽക്കപ്പെട്ട 144,000 പേരെ നമ്മൾ ദർശിക്കുന്നു. 8-ാം അധ്യായത്തിൽ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതനെ അടിച്ചുവിടുന്നതായി കാണുന്നു. 10-ാം അധ്യായത്തിൽ ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നതായിട്ട് കാണുന്നു. 11-ാം അധ്യായവും വിവാദ അധ്യായമാണ്. ഈ 11-ഉം 7-ഉം തന്നെയല്ല, വിവാദം ഉണ്ടാക്കേണ്ടവർക്ക് ഏത് അധ്യായവും
വിവാദം ഉണ്ടാക്കാം. സ്തോത്രം. വഴക്കുണ്ടാക്കുന്നവന് ഇന്ന വിഷയമൊന്നും വേണമെന്നില്ല, അതിന് എന്തും പ്രശ്നമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പണ്ട് രണ്ടുപേര് കടങ്കഥ പറഞ്ഞു. കടങ്കഥ പണ്ട് കടങ്കഥ എങ്ങനെ പറയുമല്ലോ, കൊച്ചുങ്ങളുടെ കളിയാ. ഇപ്പോഴത്തെ കളിയൊക്കെ വേറെയാ. അപ്പം പണ്ട് കടങ്കഥയാ. അപ്പം രണ്ടുപേര് തമ്മിൽ നിന്ന് കടങ്കഥ പറയാം. തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ തുടങ്ങി, ഞെട്ടില്ല വട്ടയില, ഉടനെ പറയാം പപ്പടം, ഉടനെ അപ്പുറന്ന് മിറ്റത്തെ ചെമ്പിന് അടപ്പില്ല, ഉടനെ പറഞ്ഞു കിണർ, ഉടനെ അടുത്ത ഒന്ന് ഉടുപ്പൂരി കിണറ്റ് ചാടി. പഴയ കടങ്കഥകളാ, നിങ്ങളാരും കേട്ടിട്ടില്ലേ? നിങ്ങൾ കടങ്കഥ പറയാൻ അല്ല, കടങ്കഥ ഉണ്ടെന്ന് പുസ്തകത്തിൽ വാക്യമുണ്ട്. പിന്നെ വചന കല്ലുമലക്കാരല്ലേ, പിന്നെ വചനത്തിൽ വെച്ചാ ഞാൻ പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കടങ്കഥ. അപ്പൊ ഇങ്ങനെ കടങ്കഥ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒടുവിൽ ഒരാൾക്ക് പറയാൻ കടങ്കഥ ഇല്ല. ഇത് സന്ധ്യയ്ക്ക് കടങ്കഥ. അന്ന് ഇലക്ട്രിസിറ്റി സുലഭമല്ല. മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിലിരുന്ന കടങ്കഥ പറഞ്ഞപ്പോൾ ഒരാൾക്ക് കടങ്കഥയില്ല. ഉടനെ പുള്ളി ഒരു കടങ്കഥ ഉണ്ടാക്കി. മണ്ണെണ്ണ തീരുമ്പം വിളക്ക് കിടും. അതിനെന്തോ ഞാൻ ചാൻസർ? മണ്ണെണ്ണ തീരുമ്പം വിളക്ക് കിടും. അപ്പൊ എതിർകക്ഷി കുത്തിയിരുന്ന് ആലോചിച്ചിട്ട് അതൊരു ചോദ്യം ആൻസറായി തന്നെ ഉണ്ട്. മണ്ണെണ്ണ തീരുമ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഉടക്കുണ്ടാക്കാനാണെങ്കിൽ 7-ാം അധ്യായവും 11 എല്ലാ അധ്യായത്തിലും ഉടക്കുണ്ടാക്കാം, തർക്കമാണ്. എന്നാൽ 11-ാം അധ്യായം വിവാദ അധ്യായം. ആ രണ്ട് സാക്ഷികൾ ഏലിയാവും മോശയും ഹാനോക്കും ഒക്കെയാണ് തർക്കം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ തർക്കിക്കാൻ ആളില്ല. അതിന്റെ കാരണം പറയാം. അവിടെ ആരുടെ പേരാണെന്ന് എഴുതിയിട്ടില്ല. എൻ്റെ അമ്മ പറയടാ, എഴുതാപ്പുറം കയറി വായിക്കണ്ട, എഴുതിയതാദ്യം വായിക്ക്. ക്ലിയറായിട്ട് എഴുതി വെച്ചതുണ്ടല്ലോ, അതാദ്യം വായിച്ച് ക്രമപ്പെട്. എഴുതാത്തതിനെ പറ്റി നമ്മൾ കിടന്നിങ്ങനെ സഹസ്രകോടി പരിശ്രമിച്ച് രണ്ട് സാക്ഷികളെന്നേ ഉള്ളൂ. അത് മോശയാണെന്നുമില്ല, ഏലിയാവാണെന്നുമില്ല, ഹാനോക്കാണെന്നും അവരുടെ 3 പേരുടെയും പേരില്ല. പിന്നെ ചില ശുശ്രൂഷകളുടെ വെളിച്ചത്തിലായി ഇത് സമർത്ഥിക്കുന്നത്. എന്തിനാ വെറുതെ തർക്കം ഉണ്ടാക്കുന്നത്? 2 സാക്ഷികൾ. അങ്ങനെ ആ ഭാഗം വിട്ടേരും. 12-ാം അധ്യായം സൂര്യധാരണിയായ ഒരു സ്ത്രീയെ, അതും തർക്കമുള്ള വിഷയമാണ്. 13-ാം അധ്യായം നമുക്കറിയാം, ഘോരവും ഭയങ്കരമായ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരിക. 14-ാം അധ്യായവും തർക്കമാണ്. 144,000 പേര് സിയോൻ മലയിൽ ദൈവത്തിന്റെ മഹത്വം. 15-ാം അധ്യായം മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ പഠിച്ച് വൈണികന്മാർ പളുങ്ക നദിയുടെ തീരത്ത് നിന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. 16-ാം അധ്യായം 7 ക്രോധകലശങ്ങൾ കൊണ്ടൊടിക്കുന്നു. 17-ാം അധ്യായം മർമ്മം മഗതിയാം ബാബിലോൺ എതിർക്രിസ്തുവിന്റെ മണവാട്ടി കർത്താവിന്റെ മകത്ത്. അത് നന്നായിട്ട് കുഞ്ഞുമാനച്ചായൻ, നമ്മുടെ മൺമറഞ്ഞ കല്ലുമല കുഞ്ഞുമാനച്ചായൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു വിവാഹ ശുശ്രൂഷ നടത്തി, ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ പെങ്കൊച്ചെ ഒരുങ്ങി വന്നപ്പോൾ അത് പുള്ളിക്ക് അത്ര തൃപ്തിയായിട്ട് വന്നില്ല. അപ്പൊ പുള്ളി 17 എടുത്തു. ഞാൻ വിസ്തരിക്കണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ പറഞ്ഞാലേ ഒക്കുള്ളൂ. അപ്പൊ പുള്ളി പറഞ്ഞു എതിർക്രിസ്തുവിന്റെ മണവാട്ടി. അത് പുള്ളി പൊന്ന് മുത്ത് ആഭരണങ്ങൾ ഒക്കെ ഉള്ള വിഷയങ്ങൾ അദ്ദേഹം നന്നായിട്ട് തെളിയിച്ചു പ്രസംഗിച്ചു. ഇപ്പൊ പിന്നെ പിൻതലമുറ വന്നപ്പം എല്ലാം പരിവക്കേടാക്കി. ആട്ടെ, അത്രയും പറഞ്ഞ് ആ ഭാഗവും വിടുക. വെറുതെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നത്? അതുകൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകം 17 മർമ്മം മഗതിയാം ബാബിലോൺ എതിർക്രിസ്തുവിന്റെ മണവാട്ടി. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അവൻ വാണിജ്യ ബാബിലോണിന്റെ അധപതനം. 1 മണിക്കൂർ കൊണ്ട് വെളിപ്പാട് പുസ്തകം നമ്മുടെ പ്രത്യാശയ്ക്ക് ഒതുക്കുന്ന അധ്യായം കൂടെ. കുഞ്ഞാടിന്റെ കല്യാണം. നാം സന്തോഷിച്ചുല്ലസിച്ച് അവിടത്തേക്ക് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണവും വന്നിരിക്കുന്നു. തന്റെ കാന്തകൻ തന്നെത്താൻ ഒരുക്കിയിരിക്കുക. അതാണ് 19. 20-ാം അധ്യായം നമുക്ക് പ്രത്യാശ ഉളവാക്കുന്ന അധ്യായമാണ്. 1000 ആണ്ട് വാഴ്ച. 21 22 അധ്യായം ചേർത്തങ്ങ് പിടിച്ചാൽ അവൻ പുത്തൻ യെരൂശലേമും ദൈവമക്കളുടെ നിത്യതയും. ഇങ്ങനെയാണ് ഈ പുസ്തകങ്ങൾ അവസാനിപ്പിക്കുന്നത്. കർത്താവിന്റെ മകത്ത് നമ്മുടെ പ്രത്യാശയ്ക്ക് ഉതകുന്ന എത്ര വാക്യങ്ങൾ നമുക്ക് അവൻ സ്തോത്രം അതെ സന്തോഷിക്കുവാൻ ആനന്ദിക്കുവാൻ ഉതകുന്ന തിരുവെടുത്തുകളാണ്. അവൻ നിത്യതയിൽ നാം എല്ലാവരും എത്തിച്ചേറും. വേണ്ട വിളക്കവിടെ സൂര്യ ചന്ദ്രരോ വേണ്ടോട്ടുമേ, വേണ്ട വിളക്കവിടെ സൂര്യ ചന്ദ്രരോ വേണ്ടോട്ടുമേ, പരമസുതൻ തന്നെയതിൻ വിളക്ക് പരമോൾ
കർപ്പൂരം പരമസുതൻ തന്നെയാതിൻ വിളക്ക് പരമൊളിയാൽ ശോഭിച്ചിടും നീ പൂരം. നിർമ്മലമാം സുഹൃതം തൻ പൊന്നൊളിയാർന്ന മരുമിടം നിർമ്മലമാം സുഹൃതം തൻ പൊന്നൊളിയാർന്ന മരുമിടം കാംക്ഷിച്ചു പാർത്തിടുന്നു പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നു. ഓ പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നു പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നു. നിർമ്മലമാം സുഹൃതം തൻ പൊന്നൊളിയാർന്ന മരുമിടം നിർമ്മലമാം സുഹൃതം തൻ പൊന്നൊളിയാർന്ന മരുമിടം കാംക്ഷിച്ചു പാർത്തിടുന്നേ പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ. ഓ പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ വെളിപ്പാട് പുസ്തകം ഓടിച്ചൊന്ന് അപഗ്രഥിച്ച് നാം ചിന്തിക്കുന്നത്. ഇന്ന് രാത്രി 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവെടുത്ത വായിച്ചത് ഒരിക്കൽ കൂടി വായിക്കാം. ഞാൻ വാതിക്കൽ നിന്ന് ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. 3-ാം അധ്യായത്തിന്റെ 20 നമ്മൾ വായിച്ചത്. പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, 1-ാം അധ്യായം നമുക്കറിയാം, തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട് കിടക്കുകയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടത് അല്ലെങ്കിൽ ഏകാന്തത അനുഭവിച്ചത് അടിപിടി ഉണ്ടാക്കിയോ കത്തിക്കുത്തുണ്ടാക്കിയോ അതിരുമാന്തിയോ അനാവശ്യം പറഞ്ഞോ ഒന്നും പോയതല്ല. 2 കാരണത്താൽ ആ നാട് കടത്തപ്പെട്ടെന്ന 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചോ 1:9. നമുക്കിതെല്ലാം അറിയാം, എന്നാലും ഒന്ന് വായിച്ചോ. ദൈവത്തിന് മകത്ത്. നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും വായിച്ചോ 1:9. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും ശ്രദ്ധിച്ച് ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപ്. 2 കാരണത്താൽ ആ പത്മോസ് എന്ന ദ്വീപിൽ നാടുകടത്തപ്പെട്ടത്. 1 യേശുവിന്റെ സാക്ഷ്യം, 2 ദൈവത്തിന്റെ വചനം. ഈ ശരിയായിട്ട് വചനം പറഞ്ഞ പ്രശ്നമാണ്. നമ്മളാരും ശരിയായിട്ട് പറയുന്നില്ല. നെഞ്ചത്ത് കൈവച്ച് പറയുന്നുണ്ടോന്ന്. ഞാൻ 1-ാം പ്രതി ഞാനാ, മിണ്ടുകയല്ല. 1-ാം പ്രതി ഞാനാ. നമ്മളെല്ലാം മെല്ലെ ഇട്ട് മിടുക്കരായിട്ട് വന്നിരിക്കുക. നമ്മളെ പോലൊരു വിശുദ്ധൻ ഈ താലൂക്കിൽ, ഈ താലൂക്ക് ഇതേത് താലൂക്കാ? മാവേലിക്ക്. ഞാൻ പറഞ്ഞൊരു സഭ 2 മാവേലിക്കര താലൂക്ക്. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ നമ്മളെ പോലെ പരിശുദ്ധര് ആരുമില്ലെന്നാ. പക്ഷെ ഒരു കാര്യം ഞാൻ വചനം വെച്ച് പറയാ, 1-ാം പ്രതി ഞാനാ. നമ്മളാരും ശരിക്കും വചനം പറയുന്നില്ല. ഉദാഹരണം, കുഞ്ഞാനച്ച സഭയ്ക്കകത്ത് ബ്ലേഡുകാരനുണ്ട്. നമ്മൾ 15 എടുത്ത് പ്രസംഗിച്ചാലോ സങ്കീർത്തനം? സഭയ്ക്കകത്ത് ബ്ലേഡ് മനസ്സിലാകുന്നില്ല ബ്ലേഡെന്ന്. സഭയിലെ മെയിൻ ആൾ അവൻ ആ കൺവെൻഷന് കൂടുതൽ കാശ് തന്നെ. അപ്പൊ പിന്നെ നമുക്ക് 15 പറയാൻ പറ്റുമോ? പറ്റണം. ആര് പറ്റിക്കും. അഥവാ പറഞ്ഞ അട്ടപ്പാടിക്ക് ട്രാൻസ്ഫർ കിട്ടും. മാവേലിക്കര താലൂക്ക് കായ്ക്ക് തൊടിക്കുകയല്ല. നിങ്ങൾ സ്തോത്രം പറയുകയല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വേണ്ട. കല്യാണത്തിന് പറയുമ്പോൾ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ 9 മണി വരെ മൗനമായിട്ടിരുന്നാൽ മതി. ദൈവത്തിന് മഹത്വം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക. ശരിക്കും വേർപാട് ഉപദേശം സഭയെ പറഞ്ഞേ പ്രശ്നമുണ്ടാവും. ഈ ചിലര് എന്നെ പറ്റി പറയുന്നതിൽ ഒരു കാര്യം, അയാൾ കുറ്റം പറയുമെന്ന്. കുറ്റമല്ല, ഇതുള്ളത് പറയുമ്പോ കുറ്റമായിട്ട് തോന്നുന്നതാ. കോഴി കട്ടവന്നതല്ലേ പൂട ഉണ്ടെന്ന് പറയുമ്പോ നീ എന്തിനാ തപ്പുന്നേ? അപ്പൊ നീ ഇന്നലെ രാത്രി ഏതോ കോഴിയെ വേറെ ആരും തപ്പുന്നില്ലല്ലോ.
രണ്ടുപേര് ചായക്കടയുടെ മുറ്റത്ത്, ചെറിയ ചായക്കട മുറ്റത്ത് ഒരു ബെഞ്ചും ഡെസ്കും ഇഡലിയും ചമ്മന്തിയും കഴിക്കുക. രണ്ടുപേര് ചമ്മന്തി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ ഒറ്റ ഓട്ടം, ഒരാൾ വരുന്ന കണ്ടോണ്ട്. മറ്റവൻ ഇഡലിയും ചമ്മന്തിയും കഴിച്ചുകൊണ്ടിരിക്കുക. ഇവൻ ഓടി വന്ന പുള്ളി അവന്റെ പുറകെ ഓടി. ചുരുക്കി പറഞ്ഞ ഓടിച്ചിട്ട് പിടിച്ചപ്പോൾ അവൻ ആ ദേശത്തെ വലിയ കള്ളനാ. വന്ന പുള്ളി വേഷം മാറിയ പോലീസുകാരനാ. അവർക്ക് തമ്മിൽ മനസ്സിലായി. മറ്റവൻ ആ 2 ഇഡലി ചമ്മന്തി കഴിച്ചേച്ച് പറഞ്ഞു ഒരു ഇഡലിയും കൂടെ തരാൻ. നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്തോത്രം. ആ ഭാഗം അങ്ങ് വിടുക. നമ്മളാരും ശരിക്കും വചനം പറയുന്നില്ല, ആരും പറയുന്നില്ല. സ്തോത്രം. നമ്മൾ പറയും, ഞാൻ എന്നെ കൂടെ പൊത്തി പറയും. നമ്മുടെ വീട്ടിലോ നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ ഭാര്യ അല്ലെ നമ്മുടെ ഭർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെന്തേലും നമുക്ക് വേണ്ടപ്പെട്ടവരെന്തേലും തെറ്റ് ചെയ്താൽ നമ്മളത് നിങ്ങൾ മിണ്ടുകയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വേണ്ട 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 ഇങ്ങനെ തന്നെ അങ്ങോട്ട് നമുക്ക് പോകാം. പണ്ടൊരാൾ പറഞ്ഞ പോലെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ ഇന്നിങ്ങനെ അങ്ങോട്ട് പോട്ടെ. ശരിക്ക് ദൈവവചനം പറഞ്ഞ പ്രശ്നമാണ്. അപ്പോസ്തലന്മാർ ചെന്നിടത്തെല്ലാം കറതീർന്ന ഉപദേശം പറഞ്ഞു. അവിടെ മുഴുവൻ പ്രശ്നമായിരുന്നു. അവരെ പറ്റി പറഞ്ഞ സാക്ഷ്യം ഭൂലോകത്തെ കലക്കുന്നവരാണ് ഇവിടെ വന്നെന്ന്. കലക്കുകാരാന്നാ പറഞ്ഞേ. കലക്കുകയല്ല, ശരിക്കും ഉപദേശവും പ്രമാണവും പറഞ്ഞാൽ കലങ്ങി തെളിയും. അപ്പൊ അത് നമ്മുടെ ആ വിഷയം വിട്ടേക്ക. യോഹന്നാൻ അപ്പോസ്തലൻ 2 കാര്യത്താലാണ് നാട് കടത്തപ്പെട്ടത്. ദൈവദാസൻ ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ, 9-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും കണ്ടോ, ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ 2 കാരണത്താലാണ് നാട് കടത്തപ്പെട്ടത്. മുമ്പേ അടിപിടി കൊണ്ടോ അതിരുമാന്തിയോ അവൻ വഴക്കുണ്ടാക്കിയോ ഒന്നുമല്ല. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചന നിമിത്തം. ശരിയായി വചനം പ്രസംഗിച്ച പ്രശ്നമാ, സഭയെ പ്രശ്നമാ. എന്തിന് സഭ? വീട്ടിൽ പ്രശ്നം ഉണ്ടാവുമല്ലോ. വീട്ടിൽ കഴിഞ്ഞല്ലേ പിന്നെ സഭയിലോട്ട് പോകുന്നേ. അയ്യോ അതാന്ന് പിന്നെ ചോദിച്ചാൽ ഇതെല്ലാം അറിയാം, എനിക്കും അറിയാം ഏറെക്കുറെ. വീട്ടിലാ പ്രശ്നം. ഭാര്യ പറയും, നിങ്ങൾക്ക് എന്നാത്തിൻ്റെ ഇങ്ങനെ നിങ്ങൾ ഒന്നും പറയേണ്ട കാര്യമൊന്നും, നിങ്ങൾക്ക് ഉപദേശം പറഞ്ഞാൽ രാത്രി എന്നോട് പറഞ്ഞാൽ മതി, കൊച്ചുങ്ങളെയും വിളിച്ചിരുത്താം. നിങ്ങൾ ഈ ഉപദേശം പറഞ്ഞിട്ട് അവസാനം ഉള്ള സഭയും കൂടെ പ്രശ്നമാണ്. പക്ഷേ ആ പ്രശ്നം വന്നാൽ നീ പതറുകൊന്നും വേണ്ട. നിന്നെ ഭദ്രമായി സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് അധികം വിവരിക്കുന്നതിൽ 2 കാരണം. 1 ദൈവവചനം, 2 സാക്ഷ്യം. ഈ 2 കാരണം നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ യേശുവിനെ ഉയർത്തുക. എവിടെയും യേശുവിനെ ഉയർത്തുകയാ, എല്ലായിടത്തും യേശുവിന്റെ നാമം ഉയർത്തുകയാ. അത് പ്രശ്നമാ. ഈ നാമത്തിന്റെ വിശേഷത നിങ്ങളോട് പറയേണ്ട, നിങ്ങൾക്കറിയാം. അറിയാത്തവരുടെ അറിവിന് എല്ലാ നാമത്തിലും മേലായ നാമമാ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന നാമമാ യേശുവിന്റെ നാമം. ഈ നാമത്തിൽ പാപമോചനമുണ്ട്. ഈ നാമത്തിൽ രോഗശാന്തിയുണ്ട്. ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഈ നാമത്തിൽ കുരുടർക്ക് കാഴ്ച ലഭിക്കും, മുടന്തര് നടക്കും, ഊമര് സംസാരിക്കും, കുഷ്ഠരോഗി സൗഖ്യമാകും, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. യേശുവിന്റെ നാമം പരിശുദ്ധ നാമമാ. ഇത് പരിമളം വീശുന്ന നാമമാ. ഇതെല്ലാ നാമത്തിലും മേലായ നാമമാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി യേശുവിന്റെ പരിശുദ്ധ നാമത്തിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, ഈ നാമത്തിൽ അടയാളം നടക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുക. നിന്റെ മൺകൂടാരത്തിൽ ഈ നാമത്തിന്റെ ശക്തി വെളിപ്പെടും. രോഗത്തെയും രോഗപീഠങ്ങളെയും രോഗകാരണങ്ങളെയും രോഗമൂലകാരണങ്ങളെയും അത് അസ്ഥിക്കകത്തോ ധമനിക്കകത്തോ രക്തത്തിനകത്തോ ഞരമ്പിനകത്തോ സന്ധിക്കകത്തോ ഇരിക്കുന്ന രോഗാണുക്കളെ രോഗാത്മാവിനെ അടിച്ചു മാറ്റി സൗഖ്യം വരുത്തുവാൻ കഴിവുള്ള പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ ജയം.
ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ രണ്ട് കാരണത്താൽ നാട് കടത്തപ്പെട്ടു. ഒന്ന് സാക്ഷ്യം, രണ്ട് ദൈവവചനം. ശരിക്കും ഉപദേശം പറഞ്ഞ പ്രശ്നമാണ്. പൗലോസ് പറഞ്ഞിരിക്കുന്ന പ്രയോഗം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശം. ഈ ഭക്തിക്കൊക്കാത്ത ഒറ്റ ഉപദേശവും പുസ്തകത്തിലില്ല, ഒന്നുമില്ല. ചില ചോദിക്കാം ഇതൊക്കെ നമ്മളെ കൊണ്ട് ഒക്കുമോ? എടാ നമ്മക്കൊക്കാത്തതാന്ന് പുള്ളി ഇങ്ങോട്ട് തരുവോ? നമുക്കൊക്കാത്ത ഒന്നും തന്നിട്ടില്ല ഇതിനകത്ത്. ഇതെല്ലാം നമുക്ക് ഒക്കുന്നതാണ് അല്ലേ? കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം, ഒക്കുകയല്ലേ? ഒക്കണമെന്നല്ല, ഒക്കും. ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്നാൻ കൊടുക്കണം, ഒക്കുകയല്ലേ? എന്നെ എല്ലാവരും എടുക്കപ്പെട്ടോ? സ്തോത്രം. ഈ ഭാഗത്ത് ഇവിടെ ഒരടി അടിച്ചാൽ ഇപ്പുറം കാണിക്കണം. കാണിക്കുകയല്ലെന്നാണോ അച്ഛൻ ഇങ്ങനെ തലയാട്ടുന്നത്? കാണിക്കുവന്നാണോ കാണിക്കുവന്ന അല്ല, തല ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ അടുത്ത് കാണിക്കുകയല്ലെന്നാണ് അച്ഛൻ കാണിക്കുവന്നാ പറഞ്ഞു. നമുക്കൊക്കുന്ന കാര്യമാണ്. ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ചാൽ 2 നാഴിക നടക്കണം, ഒക്കുമല്ലോ. ഉടുപ്പ് ചോദിക്കുന്നവന് പുറപ്പൂടെ കൊടുത്തേക്കണം, ഒക്കുന്ന കാര്യമല്ലേ? ഒക്കെ അല്ലേ കുഞ്ഞോളം മാമേ? മാമോ ഒക്കും. നമുക്കൊക്കാത്ത ഒന്നും ഇതിനകത്ത് തന്നിട്ടില്ല. രക്ഷിക്കപ്പെടുക, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, രക്ഷയ്ക്കായിട്ട് വായി കൊണ്ട് ഏറ്റു പറ, ഒക്കുകയല്ലേ? പൈസ മുടക്കണ്ടല്ലോ, അരിയും തുണിയും മണിയും കിണിയും ഒന്നും കൊടുക്കണ്ടല്ലോ, ഏത്തക്കൊലയും കൊണ്ട് വെക്കണ്ടല്ലോ, പൈസയും കൊണ്ട് വെക്കണ്ടല്ലോ. 2 അരി വെച്ച യേശുവിന്റെ രക്ഷ. 2 അരിയില്ലാത്തവന് കുഴയല്ലേ? 50 പറ നെല്ല് വെച്ചെങ്കിലേ യേശുവിനെ തരുവുള്ളൂ. അങ്ങനൊന്നും ഇല്ലല്ലോ, വ്യവസ്ഥ ഇല്ലല്ലോ. ഒക്കുന്ന കാര്യമാണ്. കൈയൊന്ന് പൊക്കിയാ പോരെ, എനിക്ക് യേശുവിനെ വേണം, ഒക്കുന്ന കാര്യമാണ്. 2 കൈയും പൊക്കാനും പറയുന്നില്ല. അല്ല, കൈ പൊക്കണമെന്നുമില്ല, ഹൃദയം കൊടുത്താൽ മതി. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരാൻ ആ പുസ്തകത്തിലെ വാക്യം. ഒക്കുന്ന കാര്യമാണ്. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, ഒക്കുന്ന കാര്യമല്ലേ? വെള്ളത്തിൽ പരിചയമില്ലാത്തവരാണെങ്കിൽ എന്നെയും കൂടെ വിളിച്ചാൽ മതി, എനിക്ക് അല്പം പരിചയമുണ്ട്. എന്റെ പരുവത്തിന് ഞാൻ വെള്ളത്തിൽ പരിചയം ഉണ്ടല്ലോ, അത് മതി. ചാനുണ്ട്, ചാൻ എന്തെങ്കിലും ഉഴപ്പ് പറയാന്ന് എന്നെ വിളിച്ചാൽ മതി. നമ്മളെ കൊണ്ടൊക്കുന്ന കാര്യമാണ് ഇതൊക്കെ. സ്തോത്രം. നമുക്കൊക്കാത്ത ഒരു കാര്യവും ഇതിനകത്ത് തന്നിട്ടില്ല. അയലത്തുകാരെ സ്നേഹിക്കണം, നമ്മളെ കൊക്കുകയല്ലേ? സ്നേഹിക്കും. മതിൽ പിന്നെയും പൊക്കി കെട്ടി പിള്ളേരെ വീണ്ടും വന്ന പറഞ്ഞിട്ടുള്ള കളത്തിൽ കെട്ടിക്കോളാൻ. അതിനെ എത്തിക്കുത്തിയാ അവനെ കാണരുത്. അത് നമ്മൾ ഇവിടെ വന്ന് പറയുക, കർത്താവേ, 1000 നശിക്കുന്നു. ഓ, എന്ത് ദണ്ണമാണെന്നറിഞ്ഞില്ലേ? നമുക്ക് ഒക്കുന്ന കാര്യമാണ് ഇതിനകത്ത് തന്നേക്കുന്നേ. മറ്റുള്ളവരെ നമ്മളെക്കാൾ സേട്ടരെന്ന് എണ്ണണം, ഒക്കുന്ന കാര്യമാണ്. പ്രായമുള്ളവരെ ബഹുമാനിക്കണം, ഒക്കുന്ന കാര്യമാണ്. പ്രായമുള്ള ഒരാൾ വരുമ്പോൾ ഒന്ന് എഴുന്നേക്കുക, ഇതൊക്കെ ഒക്കുന്ന കാര്യമല്ലേ? നടക്കുന്ന കാര്യമാണ്. സ്തോത്രം. ഉപദേശങ്ങളെ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശം നമുക്ക് പ്രമാണിക്കാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും പറ്റാത്ത ഒരു കാര്യവും ഈ പുസ്തകത്തിൽ തന്നിട്ടില്ല. നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്നിരിക്കുക, അത് നാം പ്രമാണിക്കുക, അനുഷ്ഠിക്കുക. അതാണ് നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ഇരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, 2 കാരണത്താൽ നാട് കടത്തപ്പെട്ടു. ഒന്ന്, അവൻ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം. 2, ദൈവം വചന നിമിത്തം. അങ്ങനെ നാട് കടത്തപ്പെട്ട് പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അടുത്ത വാക്യം വായിക്കാം. കർത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായെന്ന വിസ്തരിക്കുന്നില്ല, ഭാഗമൊക്കെ പറയേണ്ടതാ, പക്ഷെ ഇന്നത് പറയുന്നില്ല. വിവശനായി. പിന്നെ
നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്ന 7 സഭകൾക്ക് അയക്കുക എന്ന കാഹളത്തിനൊത്ത ഒരു ശബ്ദം എന്റെ പിന്നിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയ മനുഷ്യപുത്രനോട് അദൃശ്യനായവനെ കണ്ടു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ നാടുകടത്തപ്പെട്ട യോഹന്നാനെ പറ്റി നമുക്കറിയാം, നിങ്ങൾക്കറിയാം, ചരിത്രം അറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചരിത്രം പഠിക്കുന്നവർക്കും പഠിച്ചവർക്കും പഠിപ്പിക്കുന്നവർക്കും അത് കേട്ടവർക്കും അറിയാം. അവൻ ആദിമസഭയ്ക്ക് പീഡ ഉണ്ടായി, ശക്തമായ പീഡ. 1-ാം പീഡ അവൻ ശക്തമല്ലെങ്കിലും തുടങ്ങിയത് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ ആ വാട് കിടന്ന മുടന്തൻ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായി. അന്ന് മുതൽ പ്രശ്നം തുടങ്ങി. സൗഖ്യം പ്രാപിച്ചവൻ തുള്ളിയും ചാടിയും പള്ളിക്കകത്ത് ചെന്നു. അതായത് സൗഖ്യം കിട്ടിയവൻ തുള്ളിച്ചാടി ദൈവാലയത്തിൽ വരും. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. അന്ന് മുതൽ പ്രശ്നമായി. പിന്നെ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു, യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു, പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിൽ ബന്ധിച്ചിട്ടു. പിന്നങ്ങോട്ട് പീഡ അഴിച്ചു വിടുകയാ. സഭാചരിത്രം പഠിക്കുന്നവർക്കറിയാം, നീറോയുടെ കാലമൊക്കെ ശക്തമായ പീഡകളാ. അവൻ ദൈവസഭയെ, ദൈവമക്കളെ കണ്ടമാനം പീഡിപ്പിക്കുന്നു. യോഹന്നാന്റെ സമയം വന്നപ്പോൾ യോഹന്നാനെ നാട് കടത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, തിളച്ച എണ്ണയ്ക്കകത്തിട്ടെന്ന. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തിളച്ച എണ്ണയ്ക്കകത്തോട്ട് എന്റെ ഭാഷ പറഞ്ഞ ഏത്തക്കാപ്പം മറക്കുന്നത് പോലെ മനസ്സിലാകാൻ അങ്ങനെ പറഞ്ഞ. അതെങ്കിലും പറയുമ്പോൾ മുഖം തെളിഞ്ഞു വന്നാ ഓർത്തത്. അപ്പോൾ തിളച്ച എണ്ണയ്ക്കകത്തിടുക, വറുത്തു കോരാൻ. ദൈവത്തിന് മഹത്വം. എണ്ണ ഇങ്ങനെ എൻ്റെ ഭാവനയും കൂടാ. എണ്ണ വെട്ടിത്തിളക്കുക. യോഹന്നാനോട് പറഞ്ഞു കാണും, യേശുവിനെ തള്ളി പറഞ്ഞാൽ ഇതിലിടുകയല്ല. പക്ഷെ യേശുവിനെ തള്ളി പറഞ്ഞെങ്കിൽ സൂക്ഷം നിന്നെ വറുത്തു കോരും, പൊരിച്ചെടുക്കും. യോഹന്നാൻ പറഞ്ഞു, എനിക്കിതൊന്നും വിഷയമല്ലെന്ന് പറഞ്ഞു. വിഷയമല്ല, ദൈവത്തിന് മഹത്വം. അതിൻ്റെ കാരണവും കൂടെ പറയാം. തീയുടെ കാഠിന്യം കൂട്ടിക്കാണും. എണ്ണ ഇങ്ങനെ വെട്ടിത്തിളയ്ക്കുക. യോഹന്നാൻ ഇതൊന്നും ഒരു ഭയമില്ല. അതിൻ്റെ കാരണം എന്നാന്ന് ഞാൻ എൻ്റെ എളിയ ചിന്തയിലങ്ങ് പറയാം. വചനത്തെ കൂട്ടുപിടിച്ച് നിങ്ങൾക്കും അറിയാം, ഓർപ്പിക്കുന്നേ ഉള്ളൂ. യോഹന്നാന്റെ ചിന്ത, ഈ തീയുടെ ബലം കൂട്ടിയാൽ, എണ്ണ വെട്ടിത്തിളച്ചാൽ എനിക്ക് പ്രശ്നമല്ല. ഞാൻ സേവിക്കുന്ന യേശു, ആമേൻ സ്തോത്രം, 4-മതായി തീക്കകത്ത് വെളിപ്പെട്ടവനാ. 7 മടങ്ങ് ചൂട് വർദ്ധിച്ചപ്പോഴും ബാലകന്മാർ വെന്ത് കരിയുന്നത് കാണുവാൻ ഇട്ടവര് കാത്തു നിന്നപ്പോൾ 4-മത് ഒരുവൻ ഇറങ്ങിച്ചെന്ന് തീക്കകത്തൂടെ നടന്നു. അതുകൊണ്ടല്ലേ പറഞ്ഞ നമ്മൾ 3 പേരെ ഇട്ടു. 4 പേര് നടക്കുന്നു, കെട്ടടിഞ്ഞ് നടക്കുന്നു. 4-മത്തവന്റെ രൂപം ദൈവദൂതന് തുല്യമായി നിൽക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, തീയുടെ അനുഭവങ്ങളിൽ കൂടി നീ പോകുമ്പോൾ, ശോധനക്കകത്തൂടെ പോകുമ്പോൾ, മാറി നിന്ന് കണ്ണടയ്ക്കുന്ന ദൈവമല്ല. ശോധനയുടെ നടുവിൽ ഇറങ്ങി വന്ന് നിന്റെ വലങ്കരം പിടിച്ച് ആശ്വസിപ്പിക്കുവാനും രക്ഷിക്കുവാനും വിടിവിപ്പാനും കരിപൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രിയുടെ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്നവരെ ഓർത്ത് ഈ രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് തീയുടെ ബലം കൂട്ടിയാലോ എണ്ണ വെട്ടി തിളച്ച് യോഹന്നാന് വിഷയമല്ല. പിന്നെ ഞാൻ എൻ്റെ ചിന്തയെ പറയാനുണ്ട്. ഈ യോഹന്നാൻ അപ്പോസ്തലൻ ഒത്തിരി നാൾ കൊണ്ട് ചിന്തിക്കുക, ഇച്ചിരി കാച്ചെണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാമെന്ന്. കാച്ചെണ്ണ പ്രായമാകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. ഇച്ചിരി കുഴമ്പോ എണ്ണയോ, എല്ലാവർക്കും അല്ല, രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്നവരുണ്ട്, അവർ നിൽക്കട്ടെ. അല്ലാത്തവർ, കാരണം ഈ വരം എല്ലാവർക്കും ഇല്ലല്ലോ. വരവില്ലാത്തവർ കയറി മരുന്നെടുക്കാതെ അവസാനം അങ്ങേയറ്റം പറ്റി ആംബുലൻസെ കൊണ്ടുപോകേണ്ട ഗതികേട് എടുക്കുകയല്ലെന്ന് പറഞ്ഞ് അവസാനം നിന്നേച്ച് അവസാനം പിന്നെ ഗുളിക ആരും കാണാതെ അതിൻ്റെ ഒന്നും ഗതികേടില്ല. സ്തോത്രം. അതിന് വരമുള്ളവരുണ്ട്, ദൈവവുമായിട്ട് ആ നിലയിൽ ബന്ധപ്പെട്ടവര്. അല്ലാത്തവരത് ചെയ്തോട്ടെ. അതിന് നമ്മളിപ്പം എതിർക്കുകയോ ഉടക്കുകയോ ഒന്നും വേണ്ട. അവര് സ്തോത്രം കുറഞ്ഞ പുള്ളികളാണ്, നമ്മൾ ഇച്ചിരി കൂടി, അത് വേണ്ട. അത് സ്തോത്രം അത്ര നല്ലതല്ല. ദൈവത്തിന് മഹത്വം. വിശ്വാസം എല്ലാവർക്കും ഇല്ല, അതൊരു വരവും കൂടെ. അത് അവർ വരം ലഭിച്ചവരങ്ങനെ നിൽക്കട്ടെ. എന്നാൽ പ്രായമുള്ളവർക്ക് അങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തെറ്റില്ലെന്ന എൻ്റെ പക്ഷം. ഇച്ചിരി എണ്ണയോ കുഴമ്പോ ഇച്ചിരി കിട്ടിയാൽ കൊള്ളാം. അപ്പൊ യോഹന്നാൻ ചിന്തിച്ച് കാണും, ഇച്ചിരി കാച്ചെണ്ണ തേച്ച് കുളിച്ച കൊള്ളാം. പക്ഷെ കാച്ചെണ്ണയ്ക്കുള്ള മാർഗമില്ല. ഇല്ല. കാരണം പറയാം, ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് കാച്ചെണ്ണ മേടിക്കാൻ പോയിട്ട്
കഞ്ഞി കുടിക്കാനില്ലല്ലോ, പിന്നില്ല കഞ്ഞി കുടിച്ചല്ലേ കാച്ചെണ്ണ. എല്ലാം ദുരിതവും ദുഃഖവും എന്ത് പ്രയാസം. വായിച്ച 4:10 മുതൽ വായിച്ചു. ആ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4:10 മുതൽ ആരംഭ സമയത്ത് എങ്ങനെയായിരുന്നെന്ന് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10 മുതൽ അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, പിന്നെ ഞങ്ങൾ ബലഹീനർ, ഞങ്ങള് ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, പിന്നെ നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ, പിന്നെ ഈ നാഴിക വരെ വിശന്നും ഞങ്ങൾ വിശന്നും ദാഹിച്ചു. ഒന്നുകൂടെ വായിച്ചു. ഈ നാഴിക വരെ ഞങ്ങൾ ബഹുവചനം ഞാനെന്നല്ല, പിന്നെയോ ഞങ്ങൾ എഴുതിയ അപ്പോസ്തലൻ പൗലോസും ശേഷമുള്ള അപ്പോസ്തോലന്മാരും എന്ന് സാരം. ഈ നാഴിക വരെ ഞങ്ങൾ അപ്പോസ്തലന്മാരാ. അത് പത്രോസും യാക്കോബും ആന്ത്രയോസും യോഹന്നാനും ബർത്തലോമായി അൽഫായുടെ തനയൻ യാക്കോബ്, ആ ഇസ്കറിയോത്ത യൂദയും, ആമൻ സ്തോത്ര, യൂദാ പിന്നെ പോയെങ്കിലും തൂങ്ങിച്ചത്തെങ്കിലും പിന്നെ ഒരു യൂദായെ തെരഞ്ഞെടുത്തല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഇവരെല്ലാവരും ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ. സ്തോത്രം. മത്തിയാസ് ഇവരെല്ലാം തെരഞ്ഞെടുത്തു. അതാ ഞങ്ങൾ. ഈ നാഴിക വരെ ഞങ്ങൾ അപ്പൊ ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലിക ശുശ്രൂഷയിൽ ഇതൊക്കെ അനുഭവം. വിശപ്പ്, വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ വിസ്തരിക്കുന്നില്ല. ഈ നാഴിക വരെ ഞങ്ങൾ അപ്പോസ്തലന്മാർ എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരെല്ലാവരും ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും. അന്നൊക്കെ ശുശ്രൂഷ കഴിഞ്ഞാൽ ശരിക്കും ചാപ്പാട് പോലും ഇല്ല. അല്ല, കേരളത്തിലെ ആരംഭകാലത്ത് പെന്തിക്കോസുകാരുടെ ചരിത്രം പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾ ചിലര് അനുഭവസ്ഥരുമാണ്. സ്തോത്രം. എത്രയോ പ്രാവശ്യം പട്ടിണിയും ബുദ്ധിമുട്ടും. ഞാൻ ഇന്നാളും പ്രസംഗിച്ചു പറഞ്ഞു. മേക്കാട്ട് വേവിച്ചാൻ പറഞ്ഞൊരു ചരിത്രം ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു. സ്തോത്രം. വേവിച്ചാൻ പറഞ്ഞൊരു വീട്ടിൽ യോഗത്തിന് ചെന്ന് രാത്രി യോഗം കഴിഞ്ഞപ്പം വേവിച്ചാൻ പറഞ്ഞ് ഞാൻ പോവുക. അപ്പം അവിടുത്തെ അമ്മച്ചി പറഞ്ഞു, എൻ്റെ വേവിച്ച ഈ രാത്രി പോകണ്ട, ഇന്ന് ഇവിടെ തങ്ങേ, നാളെ പോകാം. അച്ഛമ്മ എനിക്ക് പോകണം. ഞങ്ങൾ ചെറിയ വീടായതുകൊണ്ടാണോ? ആ വാക്ക് കയറി ഉടക്കി. അന്ന് അവിടെ തങ്ങി. ഓലപ്പരയാ. രാത്രി ആയപ്പം മഴ പെയ്തു. മുഴുവൻ ചോരുക. അവിടെ തങ്ങാനുള്ള ക്രമീകരണത്തിലല്ലല്ലോ പോയത്. ആ ഇട്ടോണ്ട് പോയ ജിബായും മുണ്ടും എല്ലാം അങ്ങ് നനഞ്ഞു. എഴുന്നേറ്റ് കുത്തിയിരിക്കുക. അപ്പൊ കൊച്ചുങ്ങളുടെ കാര്യമൊക്കെ നോക്കി, ഭർത്താവിന്റെ കാര്യമൊക്കെ നോക്കി വെച്ച് വന്നപ്പം വേച്ചാനിങ്ങനെ ഇരിക്കുക, നനഞ്ഞ്. അയ്യോ വേച്ച നനഞ്ഞല്ലോ, തുണിയെല്ലാം അങ്ങ് നനഞ്ഞു പോയല്ലോ. അവിടെ ഇരിക്കാൻ പറഞ്ഞ് അകത്ത് ചെന്ന് കാലിപ്പെട്ട് തുറന്ന് വെച്ച് ഒരു കച്ചമുറി കൊണ്ട് കൊടുത്ത് അതങ്ങ് മാറിയച്ച് കൊടുക്കാൻ പറഞ്ഞു. അതേ ഉള്ളൂ, വേറെ മാറി കൊടുക്കാനുള്ള മാർഗം അന്നത്തെ കാലമാണ്. കൊണ്ട് കൊടുത്തു. അത് മാറാൻ പറഞ്ഞു. അമ്മച്ചിയുടെ കച്ചമുറി കൊടുത്തു. പിന്നെയും പാത്രമൊക്കെ വെച്ച് കാര്യമൊക്കെ നോക്കിയപ്പോൾ പിന്നെയും വന്ന് പുള്ളി ഇങ്ങനെ തണുത്തിരിക്കുക. അയ്യോ വേച്ചതിനെ തണുക്കുന്നല്ലോ. ഉടനെ വീണ്ടും ചെന്ന് പെട്ടി തുറന്നൊരു നേരിയത് കൗണി കൊണ്ട് കൊടുത്തു. ഇതങ്ങ് പുതയ്ക്കാൻ പറഞ്ഞു. ഒരു ചെറിയ ചൂടുണ്ട്, പുതയ്ക്ക്. അങ്ങനെ പുള്ളി അത് പുതച്ച് നേരം വെളുപ്പിച്ചു. രാവിലെ കൊച്ചമ്മ കട്ടൻ ഇട്ട് കൊണ്ട് കൊടുത്തു. വേച്ച എന്നാ കട്ടൻ കുടിക്കാൻ പറഞ്ഞ് കട്ടൻ കുടിച്ചു. രാവിലെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. പോണമെന്ന് ഓർത്ത് ആ ചട്ടയും കൂടെ കിട്ടുകാരുന്നേ പോകാരുന്നെന്ന്. കാരണം കച്ചമുറിയും കിട്ടി, നേരിതും കിട്ടി. ഇനി കിട്ടാൻ ചട്ടയും കൂടെ ഉള്ളു, അതുകൂടെ തരിക. അന്നങ്ങ് രാവിലെ കട്ടൻ കുടിച്ചു പോയേക്കാം. പുള്ളി രസകരമായിട്ടാണ് പറഞ്ഞെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെന്നായി പറഞ്ഞത്. അങ്ങനെയൊക്കെ എത്ര ശോധനകൾ, എന്തെല്ലാം പ്രതികൂലങ്ങൾ. അപ്പനും അമ്മയും ഒന്നിച്ച് യോഗത്തിന് വരത്തില്ല. പാസ്റ്റർക്ക് സംശയം ഇവര് തമ്മിൽ ഉടക്കാണോ എന്ന് അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോഴാണ് പറഞ്ഞത്, അയ്യോ ഒരു മുണ്ടേ ഉള്ളൂ, അത് പകലെടുത്തോണ്ട് അവള് യോഗത്തിന് വരും, അവള് തിരിച്ചു വന്നു കഴിഞ്ഞ് അത് ഉടുത്തോണ്ടാണ് ഞാൻ വൈകിട്ട്. പൊതുസ്ഥലത്ത് ആൾക്കാർ കൂടുമ്പോൾ അതേ ഉള്ളൂ. അങ്ങനെ എത്രയോ ഞാനിപ്പം 2 അനുഭവങ്ങൾ എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത്, ഓർമ്മയെ വന്നത് 2 പറഞ്ഞതാ. നിങ്ങളുടെ കയ്യിലോട്ട് മയക്ക് തരാമെങ്കിൽ 100 കണക്കിന് കാര്യം പറയാൻ നിങ്ങൾക്കുണ്ട്. സ്തോത്രം. ഈ വേല അങ്ങനെ. സ്തോത്രം. ഈ വേല അങ്ങനെ. പണ്ട് കാലത്ത് ആർക്കുണ്ടായിരുന്ന കാറ്? ഈ ദേശത്ത് പണ്ട് പെന്തിക്കോസുകാരുടെ കൂട്ടത്തിൽ കാർ ഉണ്ടായിരുന്നതിൽ ദാനിയേൽ സാറിനായിരുന്നു. സ്തോത്രം. ഷാരോ തോമാച്ചായൻ്റെ ചേട്ടൻ PJ ദാനിയേൽ സാറിന്. സ്തോത്രം. അതൊക്കെ കഴിഞ്ഞ് പലർക്കും കിട്ടി. പെന്തിക്കോസിലും അങ്ങനെ അധികം പേർക്കൊന്നും. നമുക്ക് കാറുണ്ടായിരുന്നു, മഴക്കാറ്.
നമ്മുടെ കാർ അതായിരുന്നു. മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ അതാ നമ്മുടെ കാറ്. അപ്പൊ അന്നത്തെ കാലം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ വളരെ കഷ്ടതയെ കൂടെ വേല ചെയ്തത്. ഈ നാഴിക വരെ ഞങ്ങൾ ബഹുവചനം അപ്പോസ്തലന്മാരെല്ലാവരും ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനൊന്നുമില്ലെന്നേ. ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ഉടുക്കാൻ ഉണ്ട്. ഏത് ഉടുക്കുമെന്ന് ഓർത്ത് നമ്മൾ കിടന്ന് കുഴയുക. സ്തോത്രം, ഇഷ്ടം പോലെ ആയി. അന്നതൊന്നുമില്ല. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചു ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീടും വസ്തുവൊന്നും ഇല്ലെന്ന്. അതാ സ്ഥിരവാസം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും സ്ഥിരവാസം ഉണ്ട്. അത് കുറച്ചുകൂടെ എങ്ങനെയും ഓരോ വർഷം ചെല്ലും തോറും പുതുക്കാനുള്ളത് അത്ര പാടില്ല. നാളെ ഒരാൾ പറഞ്ഞ് ഞാനൊന്ന് ഒന്നുകൂടെ പോയിച്ച് വന്ന് ഒന്നുകൂടെ ഒന്ന് പണിയുന്നുണ്ടെന്ന്. അപ്പം പലത് പോയി. ഇനി കുറ്റമല്ലി പറഞ്ഞത്, ഇഷ്ടം പോലെ ആയി. ചിലത് ഇഷ്ടം പോലെ വസ്തു മേടിച്ച് നാളൊരാൾ പറഞ്ഞ് പുള്ളി അപ്പോസ്തലനാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ പുള്ളി അപ്പോൾ സ്ഥലം മേടിച്ച് ആ ദേശത്തെ സ്ഥലമെല്ലാം പോയിട്ട് വരുമ്പോൾ അപ്പോൾ പുള്ളി സ്ഥലം മേടിച്ച് ദേശത്തെ, ഇപ്പം അങ്ങനല്ലേ ചൊല്ലി പറയുന്നത്, ദേശത്തിൻ്റെ അപ്പോസ്തലൻ. പിന്നീട് മനസ്സിലായി പുള്ളി അപ്പോൾ സ്ഥലമില്ല. അങ്ങനെയൊക്കെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. നമ്മുടെ വിഷയം അതല്ല, ആ വിഷയത്തിലേക്ക് പോകുന്നുമില്ല. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ആരംഭ സമയത്ത് ഇവർക്ക് സ്ഥിരവാസം കൂടാതെയും പിന്നെ സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. സഹാരം കേട്ടിട്ട് ഇനി കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 23 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാർ അനുഭവിച്ച വ്യതകൾ, പങ്കപ്പാടുകൾ, പീഡകളുടെ നീണ്ട ലിസ്റ്റ് ഓടിച്ചു വായിക്കാമെങ്കിൽ അങ്ങ് വായിച്ചോ. പെട്ടെന്ന് വായിച്ചോ. വായിച്ചോ. 11:23 മുതലാണ്ട് വലത്ത് വശത്ത് താഴെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷകരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. പിന്നെ അധികം പ്രാവശ്യം തടവിലായി. അനവധി ഒത്തിരി അടികൊണ്ട് പലപ്പോഴും പ്രാണഭയത്തിലായി. പിന്നെ യഹൂദന്മാരാൽ ഞാൻ ഒന്നു കുറയാതെ 40 അടി 5 വട്ടം കൊണ്ടു. പിന്നെ 3 വട്ടം കോലിനാൽ അടികൊണ്ട്, ഒരിക്കൽ കല്ലേറുകൊണ്ട്, പിന്നെ 3 വട്ടം കപ്പൽ ഛേദത്തിൽ. ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. വായിച്ച സമയം പിന്നെയും കളയുന്നില്ല. ഈ വിധ പങ്കപ്പാടുകളും വ്യതകളും പീഡകളും ഒക്കെ സഹിച്ച വേല ചെയ്തത്. അപ്പൊ ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർക്ക് സ്ഥിരവാസമില്ല, ഉടുക്കാനില്ല, കഴിക്കാനില്ല, കുടിക്കാനില്ല. കഴിക്കുകയും കുടിക്കുകയും ചെയ്യുകയെന്നല്ല, ക്രമീകൃതമായി രാവിലെ. നമ്മളിപ്പോൾ ആൾക്കാരെല്ലാം ഭയങ്കര ചിട്ടയാ. അതേ പിന്നെ അച്ചായന് ഉപവാസ പ്രാർത്ഥന ഇല്ലില്ല, ഫാസ്റ്റിംഗ് എടുക്കാൻ ഒക്കത്തില്ല ഒരു കാരണവശാലും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാണ്. അയ്യോ, നമുക്ക് ഉപവാസ പ്രാർത്ഥനയാണ്. അത് ആരെങ്കിലും സാധുക്കൾ പെണ്ണുങ്ങളുണ്ട്, അതുങ്ങളിരുന്ന് അയ്യോ തോന്നും പറഞ്ഞ് ഉപവസിച്ചോളും. എനിക്കങ്ങനെ നമ്മുടെ സംസാരമാണ്. ആ പരിജ്ഞാനമില്ലാത്ത ബേബി സഹോദരനുണ്ട്, അവനിരുന്ന് ഉപവസിച്ചോളും. നമ്മൾ ഉപവസിപ്പിക്കും. അതിനാ അയ്യോ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാ. ഡോക്ടർ ചാൻഡി പറഞ്ഞേക്കുന്നത് കഴിവിന്റെ പരമാവധി ഒരു ബിസ്ക്കറ്റ് കഴിക്കുക. ഉച്ചയ്ക്ക് സൂക്ഷം 12:30, അങ്ങേയറ്റം പോയാൽ 1 മണി. അയ്യോ, സഭായോൽപ്പം നീണ്ടുപോയാൽ കിടന്നിങ്ങനെ മുരടുന്ന കാണാം. ഉണ്ട്. എന്തിനാ സഭായം? കൺവെൻഷന് വല്ലായിരുന്നു മുരടുകല്ലേ. ഞാൻ ചോദിക്കട്ടെ, എടാ ഇച്ചിരി ഞാൻ പറഞ്ഞേച്ചേ പോകുള്ളൂ, എന്നാ പ്രശ്നം വന്നാലും. എടാ, ആശുപത്രി കയറ്റി ഐസിയുവിൽ കയറ്റിയാൽ നിന്റെ മോളെയോ മോനെയോ അല്ലെ ഭാര്യയോ ഭർത്താവിനെയോ കയറ്റിയാൽ ആ കൂടിന്റെ കുടുംബിക്കും പിടിച്ച് നോക്കി നിൽക്കുകയല്ലേ? ഇട്ട ചോടുവോ? അല്ല, പോകുന്നവരും കാണും. ചിലപ്പം അയാളവിടെ കിടക്കട്ടെ, ഞാൻ പോവാന്ന് പറയും. അങ്ങനെയുള്ളവരും ഉണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടോ? പേര് സ്ഥലവും ഞാൻ പറയുന്നില്ല. സ്വന്തം ഭർത്താവ് അഡ്മിറ്റ് ആയപ്പം ഭാര്യ അസുഖമാണെന്നും പറഞ്ഞ് എനിക്കും വയ്യെന്നും പറഞ്ഞ് മരുമകളുടെ കൂടെ പോയി താമസിച്ചു. അയാളെ ശുശ്രൂഷിക്കാൻ ഒക്കുന്നില്ല. പെന്തിക്കോസാ. അങ്ങനെയുള്ള കക്ഷികളും ഉണ്ട്. പേര് പറയുന്നില്ല. ഇപ്പൊ ഓൺലൈനിൽ കാണും കക്ഷികളും. അല്ല, അവർക്കറിയാം, എനിക്കും അറിയാം. നിങ്ങൾ അറിയേണ്ട പേരൊന്നും ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന്. എന്നാൽ സിംഹഭാഗം ആൾക്കാരും മകനോ മകളോ ആശുപത്രി അഡ്മിറ്റ് ആയി, ഐസിയുല, വെന്റിലേറ്ററില്ല, പോകുകയല്ല. മനസാക്ഷിയുള്ളവരെണ്ണം പോകുകയല്ല. അന്നേരം ഉറക്കം ഇളക്കിയാലെന്ന് പറയത്തുമില്ല. മുടിരാത്രി പ്രാർത്ഥന വെച്ചാൽ പറയും, പാസ്റ്റർ എനിക്ക് അങ്ങനെ ഉറക്കം ഇളക്കാൻ. ഞാൻ ആദ്യത്തെ സെക്ഷൻ എപ്പോഴാണ് തീരുന്നത്? അതൊരു 12:30. അത് കഴിഞ്ഞ് ബണ്ണ് വല്ലതും ഉണ്ടോ?
ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞ് 2 ബണ്ണും 2 പഴവും നടന്ന് നിൽക്കുക. കുടിച്ച കപ്പെടുത്ത് ഊരോട്ട് പറഞ്ഞു. മുടിരാത്രി പ്രാർത്ഥന. ഐശുവിന്റെ വാതൊക്കെ പോയി നിൽക്കുമല്ലോ. നേഴ്സ് വന്ന് പറയാം, എന്നെ എവിടെ നിൽക്കാം, അവിടെ മാറിയിരിക്കുക. എന്നെ പയ്യെ മാറി. നേഴ്സ് പോകുമ്പോൾ പിന്നെ ഓളത്തിന് പായൽ വരും പോലെ നിൽക്കുന്നുണ്ടല്ലോ. ആർക്കും വരാതിരിക്കട്ടെ, ആർക്കും ദോഷം വരാതിരിക്കട്ടെ, പക്ഷേ നിൽക്കുമല്ലോ. പിന്നെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനാ ഇത്ര ബത്തപ്പാട്. ദൈവത്തിന് മഹത്വം. അവിടുത്തെ സന്നിധിയിലിരിക്കുന്ന നഷ്ടമല്ല കേട്ടോ. നിന്റെ സന്നിധികൾ കിടക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാ, ശ്രേഷ്ഠമാ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽക്കാവൽക്കാരനായി ഇരിക്കുന്നത് എനിക്കേറെ ഇഷ്ടമാ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിൻ്റെതായ ജീവനേക്കാൾ നല്ലത്. നിന്റെ അതരങ്ങൾ നിന്നെ സ്തുതിക്കണം. എൻ്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. അതിന്റെ മുമ്പോട്ട് ഓടിച്ചു പോകാം. ഇങ്ങനെ ഇവര് ആരംഭ സമയത്തൊക്കെ കഷ്ടതയും ദുരിതവും ദുഃഖമൊക്കെയാ. അപ്പോ ഇങ്ങനെയൊക്കെ പ്രയാസമുള്ളത് കൊണ്ട്, ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് യോഹന്നാൻ ചിന്തിച്ച് കാണിച്ചിട്ട് കാച്ചെണ്ണ തേച്ച് കുളിച്ച കൊള്ളാം. പക്ഷേ കാച്ചെണ്ണയ്ക്ക് മാർഗമില്ല. അങ്ങനെയിരിക്കുമ്പോ എന്റെ ഭാവനയാ ഒരു ചെമ്പ് നിറച്ച എണ്ണ കാച്ചിട്ടിരിക്കുക. ഈ ചില വിഷയങ്ങള് ദൈവം എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. അതെ, ഒരു ചെമ്പ് നിറച്ച എണ്ണ കാച്ചിട്ടിരിക്കുക. പുള്ളി കൈവെള്ളക്കകത്ത് ഇച്ചിരി കാച്ചെണ്ണ കിട്ടിയാൽ മതിയെന്നാ ചിന്തിച്ചത്. പക്ഷെ അതിൻ്റെ ചെമ്പ് നിറച്ച് കാച്ചെണ്ണ എടുത്ത് അതിലോട്ടിട്ട് എണ്ണത്തോണിക്കകത്ത് കിടക്കുന്നത് പോലെ അപ്പോത്തലം കിടന്ന്. അതാ വിഷയം വേറെ ആണെങ്കിലും വാക്യം ഒന്ന് കോട്ട് ചെയ്യുകയാ. എഫേസ്യർ 3:20 ചോദിക്കുന്നതിലും അങ്ങനെ അങ്ങ് ചിന്തിച്ചു. കൈവെള്ളക്കകത്ത് ഇച്ചിരി കാച്ചെണ്ണ ഞാൻ ചിന്തിച്ചതും ചോദിച്ചതും ഉദ്ദേശിച്ചതും. പക്ഷെ ചെമ്പ് നിറച്ച് എണ്ണ കാച്ചിയിട്ടിരിക്കുക നല്ല പരിവത്തിന്. ഒരു കാര്യം പറയാ, നിനക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് അനർത്ഥം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്ക്. സ്വന്തം പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്നവൻ ആ ദൈവം. അപ്പൊ കാച്ചെണ്ണ ചക്കത്തിട്ട് മണത്ത് കോരാൻ നോക്കിയിട്ട് രക്ഷപ്പെട്ടു. ഒരു പരിപാടി നടക്കരുത്. അതുകൊണ്ടാണ് നാട് കടത്തിയത്. അങ്ങനെ നാട് കടത്തപ്പെട്ടപ്പോ യോഹന്നാൻ ഏകാന്തത അനുഭവിച്ചു. ദൈവത്തിന്റെ മഹത്വം ഒറ്റയ്ക്ക് കിടക്കുക. എല്ലാവരും കൈവിട്ടു. പക്ഷേ കർത്താവ് കൈവിട്ടില്ല. തേജസ്കരിക്കപ്പെട്ട യേശു കർത്തൃദിവസത്തിൽ തന്റെ അടുക്കൽ ചെന്ന് യേശു ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട രൂപം യോഹന്നാൻ അപ്പോസ്തലൻ കാണുക. നീ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നിന്നെ രക്ഷിച്ച കർത്താവ് മാറിക്കളയത്തില്ല. നിന്നെ രക്ഷിച്ച കർത്താവ് മറഞ്ഞിരിക്കത്തില്ല. അവൻ നിന്റെ സമീപേ വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ, വിടുവിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. യേശു നിന്നെ വിടുവിക്കും. അല്ല, 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു അധികം വിസ്തരിക്കുന്നില്ല. ഈ 1-ാം അധ്യായത്തിൽ ഒരു പ്രയോഗമുണ്ട്. യേശു ക്രിസ്തു സ്വോത്രം 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. നിലവിളക്ക് 7 വന്ന അധ്യായത്തെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വ്യാഖ്യാനിക്കേണ്ട. അത് ദൈവസഭയാ, ദൈവത്തിന് മഹത്വം. 7 നക്ഷത്രം അവിടുത്തെ വലങ്കയിൽ ശുശ്രൂഷകരാ. ഇന്ന് രാത്രി ഒരു കാര്യം ഓർപ്പിക്കട്ടെ. കർത്താവിന്റെ വേല ചെയ്യുന്ന ബഹുമാന്യരായ ദൈവദാസന്മാരോട് നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കുക. നാം കർത്താവിന്റെ തൃക്കരങ്ങളിലാ. അവിടുത്തെ തൃക്കരത്തിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുവാൻ കഴിവുള്ള ഒരുത്തനും ഉണ്ടായിട്ടില്ല. ഞാൻ നിങ്ങൾ അവിടുത്തെ തൃക്കരങ്ങളില്ല. ഇന്ന് രാത്രി അവിടുത്തെ തൃക്കരത്തിൽ ഇരുന്ന് വിശ്വസ്തയോടെ വേല ചെയ്താൽ നിന്നെ ആദരിക്കുന്ന, ഉയർത്തുന്ന, മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാ. കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാ. ഒരുത്തനും പിടിക്കുവാൻ കഴിഞ്ഞിട. വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിടാ. വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിടാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇന്ന് രാത്രി അവിടുത്തെ തൃക്കരത്തിൽ
ഐക്യത്തിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. അത് അറിവുള്ളവരും അനുഭവിക്കുന്നവരെയും ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. അത് 2-3 അധ്യായം ഓർപ്പിച്ചല്ലോ. 7 സഭകൾക്കുള്ള ദൂത, എഫെസോസ് മുതൽ ലവോദിക്കയ വരെയുള്ള 7 സഭകൾക്കുള്ള ദൂതാണ് ഈ 2 അധ്യായത്തിൽ നമുക്കറിയാം. അതിൽ ഒടുവിലത്തെ സഭയോട് പറയുന്ന ദൂതിലെ ഒരു ഭാഗം ആ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് 3:20 വാക്യം ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവിന്റെ മഹത്വം. അവിടുത്തെ ആത്മാവ് പറയുക, അവിടുന്ന് നമ്മളോട് ഇന്ന് രാത്രി അരുളി ചെയ്യുക, വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഇന്ന് രാത്രി വാതിൽക്കൽ നിന്ന് മുട്ടുന്ന യേശുവിന്റെ ശബ്ദം കേൾക്കണം. ഈ സഭകളോട് ദൂത് പറയുമ്പോൾ ആ ദൂത് പറയുന്നതിന് പൊതു തത്വമുണ്ട്. 7 സഭയോടും ദൂത് പറയുമ്പോൾ ആ ദൂതിന് ഒരു തത്വമുണ്ട്. അതങ്ങനെ ദൂതുകൾക്ക്, കാരണം കർത്താവല്ലേ പറയുന്നേ, പൊതു സ്വഭാവം. അതിലൊന്ന് പൊതു സ്വഭാവം. ഏത് സഭയോടും ഏത് വ്യക്തിയോടും കർത്താവ് ദൂത് പറഞ്ഞാൽ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തും. അത് തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഒരു വാക്കിൽ എന്നെ കുഞ്ഞുമാനച്ചാനൊന്ന് പരിചയപ്പെടുത്തി തെറ്റില്ല. കണ്ടമാനമാകുമ്പോഴാ കുഴപ്പം. എനിക്കൊന്ന് ആദ്യം ഇച്ചിരി തെറ്റിച്ചെന്ന് തോന്നുന്നു. അതാ അത് അച്ചാൻ മാത്രമല്ല, മിക്കവരും തെറ്റിക്കുന്നുണ്ട്. ഇന്നാളൊരാൾ പറഞ്ഞു അനീഷ് കലാപം വന്നിട്ടുണ്ടെന്ന്. അതാ കുഞ്ഞാനച്ചാൻ അത്രയും തെറ്റിച്ചില്ല. കലാപവാ ആയിക്കോട്ടെ. അയ്യോ, പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കലാപത്തിന് വന്നതല്ല, അറിയാവുന്ന 1-2 വാക്യം പറഞ്ഞിച്ച് പൊക്കോളാം, നിങ്ങൾ കലാപം ഉണ്ടാക്കരുത്. അപ്പൊ ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്തുന്നത് കൊണ്ട് തെറ്റില്ല. ബഹുമാന്യ കർത്തദാസൻ കുഞ്ഞുമാനച്ചായൻ ഒരു വാക്കിൽ തന്നെ പരിചയപ്പെടുത്തി, തെറ്റില്ല. കണ്ടമാനമാകുമ്പോഴാ കേൾക്കുന്നവർക്കും. പിന്നെ താവിൻ്റെ വലിയദാസൻ അകത്തും പുറത്തും, കേരളത്തിന് വെളിയിലും, ഇന്ത്യക്ക് വെളിയിലും, ലോകത്തിന് വെളിയിലും, നക്ഷത്ര മണ്ഡലങ്ങളിൽ പോയി പുള്ളി ശുശ്രൂഷിക്കുന്ന മിക്കവാറും ഈ അതിശയോക്തിയൊന്നും പറയരുത്. സ്തോത്രം. അതാ നല്ലത്. അധികം പൊക്കുന്നവൻ തന്നെ എടുത്ത് താഴെ അടിക്കുന്നത്. ഈ ആഴ്ച പൊക്കും, പിറ്റേ അടുത്ത കമത്തി എടുത്ത് നല്ല ആഴ്ച ഓശാന പറഞ്ഞു വരാം. പിറ്റേ ആഴ്ച ഞാൻ കുറിച്ചേക്കാൻ പറയാം, വെടൽ കണ്ടിച്ചേക്കാൻ പറഞ്ഞു, തട്ടിയേക്കാൻ പറഞ്ഞു. ഇത് ലോകത്തിൻ്റെ ഗതി ഇതാ. അതുകൊണ്ട് കണ്ടമാനം പൊക്കുമ്പോൾ ഓർത്തോണം, ഇവൻ ആ കാലയെ വാരി നമ്മളെ അടിക്കാൻ വരുന്നത്. കർത്താവിൻ്റെ വലിയൊരു ദാസൻ. 1-ാം വർഷമൊക്കെ അങ്ങനെ ആണല്ലോ ഞങ്ങളുടെ ദൈവദാസൻ. എത്ര അനുഗ്രഹിക്കപ്പെട്ട. 2-ാം വർഷമോ വലിയ അനുഗ്രഹമൊന്നും പുള്ളിക്ക്. 3-ാം വർഷം പറയാം അയാൾ വ്യായാന്ന് പറയും. അയാൾ വ്യാശ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അയാൾ എങ്ങനെയും ഒന്ന് സ്തോത്രം. 4-ാം വർഷം പറയും അയാൾ എന്നെയും കൊണ്ടേ പോവോളെന്നാ. ഇതൊക്കെ മനുഷ്യ പ്രകൃതിയാണ്. അതുകൊണ്ട് കൂടുതൽ കിളത്തുമ്പം ഞാൻ പറഞ്ഞ നന്നായി. സ്തോത്രം. അധികം കിളത്തണ്ട. യേശു ഉയരട്ടെ, യേശുവിൻ്റെ നാമം ഉയരട്ടെ, യേശുവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. എന്നാൽ ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്തുന്നത് കൊണ്ട് കുഴപ്പം അല്ല. ഞാൻ വന്ന് പ്രസംഗിച്ചേച്ച് പോകുമ്പോൾ നാട്ടുകാരിക്കും ആ അമറിയേച്ച് പോയവൻ ഏതാന്ന് ചോദിക്കും നാട്ടുകാർ. പിന്നെ നിങ്ങൾ പറയേണ്ടി വരും അത് ഇന്നയാളാണ്, പേരിന്നതാ. എന്തിനാ അയാൾ കിടന്ന് കാറിയത്? അപ്പം അത് ചോദിക്കും. അത് വേണ്ട. അപ്പം അവരൂടെ കേൾക്കട്ടെ, ഇന്നയാളാണ്. ഒറ്റ വാക്കിലൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഈ പൊതുസഭയ്ക്ക് ദൂത് പറയുമ്പോൾ ഇങ്ങനെ ചില തത്വങ്ങളുണ്ട്. ഒന്ന്, കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. 2, ആ സഭയെ അഭിനന്ദിക്കേണ്ട വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ യേശു അഭിനന്ദിക്കും. അല്ല, യേശുവിന്റെ ക്വാളിറ്റി അഭിനന്ദിക്കും. ഇനി ആക്ഷേപമായിട്ട് എന്തെങ്കിലും ഉന്നയിക്കാനുണ്ടെങ്കിൽ സൂചൻ കർത്താവ് പരിജ്ഞാനത്തോടെ ആക്ഷേപിക്കും. അങ്ങനെയുണ്ട്. അത് പരിജ്ഞാനത്തോടാണ്. അവൻ നശിച്ചു പോകാനല്ല, മുടിഞ്ഞു പോകാൻ വേണ്ടിയല്ല, തകർന്ന് നശിച്ചു പോകാനല്ല, അവൻ നന്നാകാൻ വേണ്ടി യേശു ആക്ഷേപിക്കും. സ്തോത്രം. 4, ഈ സഭയെ നല്ലതുപോലെ ഒന്ന് വിവേചിക്കും. നല്ലതുപോലെ യേശു വിവേചിക്കും. 5, ഈ സഭയെ കർത്താവ് പ്രബോധനങ്ങൾ കൊടുക്കും. പ്രബോധനം. 6, അവൻ സഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കും. അതിന് ഇംഗ്ലീഷിൽ എന്തോ വാണിംഗ് എന്നാണോ പൗലോസ് മാസ്റ്ററെ? എനിക്ക് ആംഗലേയ ഭാഷ വലിയ വശമില്ല, നിങ്ങൾക്ക് വശമുണ്ടല്ലോ. വാണിംഗ് എന്നാണോ? ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, നമ്മുടെ യോഗം ഇന്ന് തീരുകയല്ലേ. അപ്പോൾ 6 സഭയ്ക്ക് വാണിംഗ് കൊടുക്കും, മുന്നറിയിപ്പ് കൊടുക്കും.
7 പ്രതിഫലം വല്ല ഉണ്ടെങ്കിൽ അതും കർത്താവ് പറയും. എടേ അവനെ അവിടെ പിരിച്ചിരുത്തിക്ക്. യവനേതാ? നിന്റെ അനിയനാണോ? യവൻ നിന്റെ അനിയനാണോ? നിന്റെ അമ്മ വന്നിട്ടുണ്ടോ? പിന്നെ ആരാ വന്നേ? അച്ചായൻ വന്നോ? അമ്മച്ചി വന്നു. അമ്മച്ചി എന്തിയാ? കൈ പൊക്കിക്കേ. അമ്മച്ചി ഇവനെ ഇങ്ങനെ അങ്ങ് വിട്ടിരിക്കുക. മോനെ നീ അവിടെ അടങ്ങിയിരിക്കണം കേട്ടോ, ഇനി ഓടി നടക്കരുത്. ഇനി നീ ഓടിയാൽ നിന്നെ ഞാൻ സ്റ്റേജിൽ ഇവിടെ കയറ്റിയിരുത്തും, നിനക്ക് ശുശ്രൂഷയ്ക്ക് അവസരം തരും. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് സഭയോടും കർത്താവ് ദൂത് പറയുമ്പോൾ ഈ പൊതുതത്വം പാലിച്ച യേശു ദൂത് പറയുന്നത്: 1 പരിചയപ്പെടുത്തും, 2 അഭിനന്ദനം, 3 ആക്ഷേപമുണ്ടെങ്കിൽ അത്, 4 വിവേചനം, 5 പ്രബോധനം, 6 മുന്നറിയിപ്പ്, 7 പ്രതിഫലമുണ്ടെങ്കിൽ അതും പറയും. 1-2 കാര്യം ആ ഭാഗത്ത് നിന്നൊന്ന് പറഞ്ഞേച്ചെടുത്ത വാക്യത്തോട് കൂടുതലെടുത്ത കർത്താവ് തന്റെ സഭയെ, ലവോദിക്ക സഭയെ പരിചയപ്പെടുത്തുന്നത് 14-ാം വാക്യം വായിച്ചേ. 14. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായ ദൈവ സൃഷ്ടിയുടെ ആരംഭമായ. അതെ, അവിടെ എല്ലാ വാക്യങ്ങളും എടുത്തെടുത്ത് പറയണം, അതിന് മുതിരുന്നില്ല. അവിടെ യേശു കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ: അല്ലയോ ലവോദിക്ക സഭയെ, നിങ്ങളോട് ദൂത് പറയുന്ന, നിങ്ങളോട് അരുളപ്പാട് പറയുന്ന, നിങ്ങളോട് ആലോചന പറയുന്ന ഞാൻ ആരാന്ന് ഒറ്റ വാക്യം പറയുക: ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസ്തനും. താഴോട്ട് ധാരാളം കാര്യമുണ്ട്, അതൊന്നും ഞാൻ എടുക്കുന്നില്ല. ഒരൊറ്റ പദമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അല്ലയോ ലവോദിക്ക സഭയെ, നിങ്ങളോട് ദൂത് പറയുന്ന ഞാൻ വിശ്വസ്തനായ ദൈവം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു വിശ്വസ്തൻ. നമുക്ക് വേണ്ടി രക്തം ചിന്തി വീണ്ടെടുത്ത യേശു വിശ്വസ്തൻ. നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശു വിശ്വസ്തൻ. നിന്റെ പാപത്തെ മോചിച്ച യേശു വിശ്വസ്തൻ. നിന്റെ രോഗത്തെ സൗഖ്യമാക്കി യേശു വിശ്വസ്തൻ. ഇന്ന് രാത്രി ദേശനിവാസികളോട് കേൾക്കുന്നവരോട് പറയുക: വിശ്വസ്തനായിട്ട് ഒരുവനേ ഉള്ളൂ, യേശു കർത്താവ് മാത്രം. അതന്നെ, ഇവിടെ ആരും വിശ്വസ്തരല്ല. ഓരോരുത്തരും വിശ്വസ്തരാന്നും പറഞ്ഞ് ഞാൻ ഞെളിഞ്ഞ് നടക്കുന്നേ. ആ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടാൽ ഞാനാണ് വിശ്വസ്തൻ, ഞാനാണ് വിശുദ്ധൻ. എന്നെ പോലൊരു വിശ്വസ്തനും വിശുദ്ധനും കല്ലുമേലില്ല. അങ്ങനെ പറയുന്ന നല്ലത്. നമ്മുടെ കല്ലുമേലക്കാരുടെ പറയല്ലേ, അങ്ങനെ ഇരിക്കട്ടെ. മര പറഞ്ഞല്ലേ കൊടിയിടുന്നേ. IPC-ലായിരുന്ന ഞാൻ പറയും IPC-ലില്ലെന്ന്. കാവാലത്താന്നെ പറയും കാവാലത്തില്ലെന്ന് പറയാം. മര പറഞ്ഞാ കൊടിയിടുന്നേ. ഇവിടെ ആരും വിശ്വസ്തരല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ എല്ലാവരും അവിശ്വസ്തത കാണിക്കുന്നവരാ. എന്നാൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, വിശ്വസ്തനായിട്ട് ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് വിശ്വസ്തനാ. ഭാര്യമാരെല്ലാരും ഒന്നും വിശ്വസ്തരല്ല, ഭർത്താക്കന്മാരെല്ലാരും ഒന്നും വിശ്വസ്തരല്ല. എങ്ങനെ? ഇവിടെ എന്ത് ദൂരോട്ടൊന്നും പോണ്ട, മൊബൈൽ എടുത്ത് നോക്കിയാൽ മതി. ബൈബിൾ വെച്ച് മറന്നേച്ച് ആരും എടുക്കാൻ വരികയില്ല. മൊബൈൽ വെച്ച് മറന്ന എൻ്റെ ഭാഷ, എൻ്റെ ബൈബിൾ അവിടെ കണ്ടിരിക്കുക, എൻ്റെ ബൈബിൾ ആരും ഞങ്ങളുടെ അവിടെ യോഗത്തിന് വന്ന് എന്നും ബൈബിൾ മറന്നേച്ച് പോവുക. ആ ഏരിയയിലിട്ട് പിന്നെ തിരിച്ചെടുക്കാൻ പോലും. പക്ഷെ മൊബൈൽ മറന്നാൽ അർദ്ധരാത്രി ആയാലും 20 കിലോമീറ്റർ പോയ ആൾ തിരിച്ചോടിച്ചു വന്ന് എൻ്റെ മൊബൈൽ. 3 കിലോമീറ്റർ പോയ പുള്ളി ബൈബിളിന് വന്നില്ല. ഞാനൊരു തെളിവങ്ങ് തന്നേ ഉള്ളൂ. ഇവിടെ ആരും വിശ്വസ്ത. അയ്യോ, ഈ പുതപ്പിനടി കിടന്നല്ലേ ഫോൺ ചെയ്തത്, അവൻ വെട്ടിക്കൊന്നാ തോന്നുന്നു. പേരും സ്ഥലവും ഒന്നും പറയണ്ട, അറിയാമല്ലോ, അത് മതി. നീ അത് വിശദീകരിക്കൊന്നും വേണ്ട. അന്ന് വിശദീകരിച്ചതാ ഒത്തിരി. വിശ്വസ്തരല്ല. അല്ല, ഇവിടെ ആരും വിശ്വസ്തരല്ല. പൗലോസ് അതുകൊണ്ടാ പറഞ്ഞത്: കർത്താവോ വിശ്വസ്തൻ. കർത്താവോ വിശ്വസ്തൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നിങ്ങളെ കാക്കും. ഭാര്യമാരെല്ലാരും വിശ്വസ്തരല്ല. അച്ഛാ 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 എന്ന് പറഞ്ഞ് ഹിന്ദി പറഞ്ഞ് പുറകെ നടക്കുന്നത് വിശ്വസ്തത ഉണ്ടായിട്ടാണ്. അച്ഛാ അച്ഛാ, നമ്മളോർക്ക് അമ്മാമ്മ രാജസ്ഥാനിൽ നിന്ന് വന്നതാണ്. അച്ഛാ, എല്ലാവരുടെയും കാര്യമല്ലെങ്കിലും 98% ഒന്നും വിശ്വസ്ത. അവസാനം അച്ഛാ 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 എന്ന് പറയുന്ന അച്ഛാൻ അവസാനം വയ്യാതായി ഒരു 5-8 മാസം ഒരേ കിടപ്പാകും. എല്ലാവരും അല്ല,
നന്നായി ശുശ്രൂഷിച്ച മാന്യ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. സാഹചര്യം കൊണ്ടായിരിക്കാം, ഞാൻ കുറ്റമൊന്നും പറയുകയല്ല. ഒടുവിൽ ഞങ്ങൾ ഉപദേശന്മാർ ചെല്ലുമ്പം മിക്കവരും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ദൈവഗതത്തിനായിട്ട് പ്രാർത്ഥന. അച്ഛാ അധികം കഷ്ടപ്പെടാതെ അച്ഛാ. തമാശ പറഞ്ഞതല്ല, അല്ലല്ല. എന്നാൽ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നവരുമുണ്ട്. അത് അഭിനന്ദനീയമായിട്ട് പറയേണ്ടത് സാറാമ്മ എന്നല്ലേ അമ്മച്ചിയുടെ പേര്? പുല്ലാന്നിക്കാലായിലെ ഞാൻ ആ വഴിയെല്ലാം പോകുമ്പം കൂടെ കയറി കൊച്ചമ്മയെ കണ്ട് പ്രാർത്ഥിക്കും. ഓർക്കാപ്പുറത്താ ചെല്ലുന്നത്, പക്ഷെ അന്നേരം അറിയാതെ ശുശ്രൂഷിക്കുന്ന വിധം അറിയാം. നല്ല ക്രമത്തിലാണ്. സാറാമ്മ സാറായിരുന്നു. അയ്യോ ഉള്ള ഒരിക്കൽ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തതാ. എന്നെ സാറായാന്നേ മിടുക്കിയായിരുന്നു. എനിക്കൊന്ന് കാട്ടുനിലത്തെ അല്ലേ? അതാ നിരണം കാട്ടുനിലത്തെ. അങ്ങനെയുള്ളവരുമുണ്ട്. എൻ്റെ ദൃഷ്ടിപ്പെട്ടൊരു കാര്യം പറഞ്ഞതുള്ളൂ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം പറയാനുണ്ട്. നന്നായി ശുശ്രൂഷിച്ച ധാരാളം മാന്യ വനിതകൾ ഇതിനകത്തുണ്ട്, മാന്യ കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ മിക്കവരും വിശ്വസ്തരല്ല. ദൈവത്തിന് മഹത്വം. ഭാര്യമാരെല്ലാരും വിശ്വസ്തരല്ല, ഭർത്താക്കന്മാരും എല്ലാവരും വിശ്വസ്തരല്ല. മോളി എന്ന് പറഞ്ഞ് കൂടെ വരുന്നത് സമയത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, വസ്ത്രം കഴുകി കൊടുക്കുക, തേച്ച് വെടിപ്പാക്കി വൃത്തിയാക്കി, ചോദിക്കുമ്പോൾ ചായ കടുപ്പത്തിനാണെങ്കിലും കടുപ്പം കുറച്ചാണെങ്കിലൊക്കെ പരുവത്തിന് കൊടുക്കുന്നുണ്ട്. ആ മോളി എന്ന് പറഞ്ഞ് ഇപ്പം അമ്മി വരുന്നത്. നീ ദീനമായിട്ടൊന്ന് കിടന്നേ, പുള്ളി ഹോട്ടലിലും പോകും, നീ അവിടെയും കിടക്കും. എല്ലാവരുടെയും കാര്യമല്ലെങ്കിലും മിക്കയിടത്തും. പിന്നെ 2 ചൂടുദോശ കൊണ്ട് തരികയാണെങ്കിൽ നീ ഭാഗ്യവതി. നിനക്ക് പിള്ളേരെല്ലാവരും മോനെ പറഞ്ഞ് സാമിനോട് ഏതാണ്ട് പറഞ്ഞ് വിശ്വസ്തരാന്നാന്നോ അല്ലെന്നോ, നിങ്ങൾ എന്തോ പറഞ്ഞേ? ചൂടുദോശ തന്നെന്നാന്നോ തരികയല്ലെന്നാന്നോ എന്തോ പറഞ്ഞു? നിങ്ങൾ തമ്മിൽ എന്തോ പറഞ്ഞ് ഞാൻ കണ്ടു. എന്തോ പറഞ്ഞു? ചൂടുദോശ അതാ മിക്കവാറും അതേ നടക്കുകയുള്ളു. ദൈവത്തിന്റെ മകത്ത് ഒരു കാര്യം പറയാം, ഇവിടെ ആരും വിശ്വസ്തരല്ല. മക്കളെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കണം. അവർക്ക് വേണ്ടി അധ്വാനിക്കണം, കഷ്ടപ്പെടണം. ഉത്തരവാദിത്തമാ, കടമയാ, ചുമതലാബോധമുള്ളവര്. പക്ഷെ ഈ പിള്ളേർ മിക്കതും പഠിച്ചും ജോലിയും കിട്ടിയൊക്കെ വലിയ രാജ്യങ്ങളിലൊക്കെ ചെന്ന് പാർത്താൽ പിന്നെ ചിലപ്പോൾ കാണാൻ തന്നെ സാഹചര്യം കൊണ്ടാ ഒക്കുകയല്ല. രോഗിയായാൽ പോലും ചിലപ്പോൾ വന്ന് കാണാൻ പറ്റിയെന്ന് വരികയില്ല. മാതാപിതാക്കൾക്ക് മക്കൾ ആ സമയത്ത് അടുത്ത് നിന്നാൽ കൊള്ളാൻ അതിയായ ആഗ്രഹം കാണും. പക്ഷെ സാഹചര്യം കൊണ്ട് അങ്ങനെ അങ്ങ് ചിന്തിക്കാം. ചത്ത് കഴിയുമ്പോൾ പാസ്റ്ററോട് പറയും മോർച്ചറിലോട്ട് അങ്ങോട്ട് വെച്ചിട്ട് മാവേലിക്കര വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ടിക്കറ്റ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ബാർഗെയിൻ ചെയ്യുക. ഒരുത്തനോട് ഞാൻ പറഞ്ഞേടാ, അയാൾ ഉണ്ടാക്കി 1 സെന്റ് സ്ഥലം വിട്ടി അതിനൊക്കെ 3 ടിക്കറ്റ് കിട്ടുകയല്ലേ? നിന്റെ തന്ത ചത്ത് കിടക്കുക. അങ്ങേരുണ്ടാക്കിയ വസ്തുവിൽ 1 സെന്റ് വിറ്റാൽ മതി. മെയിൻ റോഡ് സൈഡിലാ, ഏക്കർ കണക്കിനാ. ആ 1 സെന്റ് സ്ഥലം വിറ്റാൽ നിനക്ക് 3 ടിക്കറ്റ് കിട്ടുകയല്ലേ? ഈ 3 ആഴ്ച പുള്ളിയെ തണുപ്പിക്കണോ? ജീവിച്ചിരുന്നപ്പം നീ തണുപ്പിച്ചില്ല, ഇല്ല. എന്നെ എല്ലാവരും സുനാമി അടിച്ച പോലെ ഇരിക്കുന്നത്. ഇവിടെ ആരും വിശ്വസ്തരല്ല. ഭാര്യമാരെല്ലാവരും ഒന്നും വിശ്വസ്തരല്ല, ഭർത്താക്കന്മാരെല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. വിശ്വസ്തന്മാരില്ലെന്നല്ല, ഉണ്ട്, വിരളമാണ്. മക്കളെല്ലാവരും വിശ്വസ്തരല്ല. അമ്മയും മക്കളോട് ഒരു കൈയായിട്ട് അപ്പനെയും കൊണ്ട് അനാഥശാലയിൽ പോയി, കാറ കയറ്റി കൊണ്ടുപോയി. പരുവക്കേട അപ്പൻ, സ്ഥലവും പേരും ഒന്നും പറയുന്നില്ല. കൊണ്ടുപോയപ്പോൾ അപ്പനൊരു ഡൗട്ട്. ഇവർ സംസാരിച്ച് ഫോൺ വന്നപ്പോൾ അപ്പനൊരു ഡൗട്ട്, പരുവക്കേടാന്ന്. അവിടെ ചെന്നിറങ്ങി വിളിച്ചോണ്ട് കൊണ്ടുപോയി ഏൽപ്പിക്കാൻ നേരത്ത് ഭാര്യയുടെ കൈക്ക് ഭർത്താവ് പിടിച്ച്, കൂടെ ജീവിച്ച മനുഷ്യ, ഞാനൊരു പേരിടുക, പേരതല്ല, ഞാൻ പേരങ്ങ് മാറ്റുക. സാറാമ്മ എന്നെ ഇവിടെ ഇട്ടേച്ച് പോകരുതെന്ന് ഒറ്റ തട്ട് കൈക്ക്. ആ വഴിക്ക് പിന്നെ ചെന്നില്ല അമ്മയും മക്കളും. ഞാൻ അവിടെ പോയി കണ്ട കാര്യമായി പറഞ്ഞ് ആ പ്രിയപ്പെട്ടവനുമായിട്ട് ഞാൻ സംസാരിച്ചു. എത്ര സംഭവങ്ങൾ. എന്നാൽ മാന്യമായിട്ട് നോക്കിയവരില്ലേ? ശുശ്രൂഷിച്ചവരില്ലേ? ബഹുമാനിച്ചവരില്ലേ? ഉണ്ട്. ഒരു രാജ്യത്ത്, പേരൊന്നും പറയുന്നില്ല, രാജ്യത്ത് ചെന്നപ്പം ഇവിടെ പ്രഗത്ഭയായ ഒരു കർത്തൃദാസിയ
പേരും വീട്ടുപേരും ഒക്കെ പറഞ്ഞാൽ അത് പൊതുവെ പറയുന്നത് മോശമല്ലേ? ഞാൻ ചെന്ന് കണ്ടു. അതിന് ഇവരെ കൊണ്ടാക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിന് വേറൊരു പേരാ, എല്ലാം ഒന്നായിരിക്കും, എന്നാലും പേര് നേഴ്സിംഗ് ഹോം. ഇത് രണ്ടും ഒന്നാണോ? ആയിക്കോട്ടെ, ഇനി അത് പറഞ്ഞ് തർക്കം വേണ്ട. അപ്പം ഞാൻ അവിടെ ചെന്ന് കണ്ടു. എനിക്ക് അവരുടെ വീട്ടുകാരെയൊക്കെ അറിയാം. കൊച്ചമ്മയായിട്ട് ഞാൻ സംസാരിച്ചു. മടമടാന്ന് കണ്ണിൽ കൂടെ കണ്ണുനീരൊഴുകുക. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ ആഗ്രഹം, എന്നെ ഒന്ന് നാട്ടിൽ കൊണ്ടുപോകാവോ എന്ന്. ഞാൻ ഇതിനകത്തായിട്ട് ഒത്തിരി നാളായി, എനിക്ക് ആരെയും കാണാനും പറ്റുന്നില്ല. എന്നോട് പറഞ്ഞതാ. ഞാനെങ്ങനെ തള്ളയെ കൊണ്ടുവരുന്നത്? എന്നെ ഒന്ന് നാട്ടിൽ കൊണ്ടുപോകാവോ? എനിക്ക് നാട്ടിൽ കിടന്ന് യാകുന്നതാണ് ഇഷ്ടം. ഇവിടെ വന്നിട്ട് ഒത്തിരി നാളായി, ഒരു കുഞ്ഞുങ്ങൾ പോലും ഇങ്ങോട്ട്. 2-3 ആഴ്ച കൂടുമ്പം ഒരു മോള് വന്ന് എന്നോടധികം സംസാരിക്കുകയല്ല, എൻ്റെ ചുമതലക്കാരോട് പറഞ്ഞ് എന്തെങ്കിലും കൊടുത്തേച്ചങ്ങ്. പേരും സ്ഥലവും ഒന്നും ഞാൻ ഇപ്പം പറയത്തില്ല. ഷിനുവാനെ ഇങ്ങനെ നോക്കിയിരിക്കുക, അത് അറിയാഞ്ഞിട്ട്. അവൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ മുഴുവൻ നാട് മുഴുവൻ പരസ്യമാക്കുക, അതെനിക്കറിയാം. എൻ്റെ ഞാൻ തരത്തില്ല, ഇവൻ്റെ ഞാൻ പലതും കൊടുക്കുകയല്ല. സ്തോത്രം. ഓട്ടം ഇരിക്കുമ്പോൾ എനിക്കറിയരുത്. കുറ്റമല്ലി പറഞ്ഞത്. ഇവിടെ ആരും വിശ്വസ്തരല്ല, വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുക. വിശ്വാസം പ്രത്യാശയും സ്നേഹം പ്രതിഷ്ഠയും വിശ്വാസഗോളത്തിൽ നിന്നകന്നിടുന്നു. വിശ്വാസം പ്രത്യാശയും സ്നേഹം പ്രതിഷ്ഠയും വിശ്വാസഗോളത്തിൽ നിന്നകന്നിടുന്നു. വിശ്വസ്തത മനുഷ്യരിൽ നമ്മെ കുറയുന്നേ. നീ വരും നാളിൽ ഭൂവിൽ വിശ്വാസം കാണുമോ? വിശ്വസ്തത മനുഷ്യരിൽ നമ്മെ കുറയുന്നേ. നീ വരും നാളിൽ ഭൂവിൽ വിശ്വാസം യേശുവേ നീ എപ്പോൾ ആഗമിച്ചിടുമോ? ആശയാൽ കാത്തു ഞാൻ നിന്നിടുന്നേ. യേശുവേ നീ എപ്പോൾ ആഗമിച്ചിടുമോ? ആശയാൽ നിന്നിടുന്നേ. വിശ്വാസം പ്രത്യാശയും സ്നേഹം പ്രതിഷ്ഠയും വിശ്വാസഗോളത്തിൽ നിന്നകന്നിടുന്നു. വിശ്വാസം പ്രത്യാശയും സ്നേഹം പ്രതിഷ്ഠയും വിശ്വാസഗോളത്തിൽ നിന്നകന്നിടുന്നു. വിശ്വസ്തത മനുഷ്യരിൽ നന്നേ കുറയുന്നേ. നീ വരും നാളിൽ ഭൂവിൽ വിശ്വാസം കാണുമോ? യേശുവേ നീ എപ്പോൾ ആഗമിച്ചിടുമോ? ആശയാൽ കാത്തു ഞാൻ നിന്നിടുന്നേ. യേശുവേ നീ എപ്പോൾ ആഗമിച്ചിടുമോ? ആശയാൽ കാത്തു ഞാൻ നിന്നിടും. അപ്പൊ ഇവിടെ ആരും വിശ്വസ്തരല്ല. അതുകൊണ്ട് സഭയ്ക്ക് കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി പറയുക. നിങ്ങളോട് ദൂത് പറയുന്ന, ഏറളപ്പാട് പറയുന്ന, ആലോചന പറയുന്ന ഞാൻ ആരാന്നൊരു കാര്യം ഉറപ്പിച്ചേ പോകാവൂ. ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. വാക്ക് മാറത്തില്ല, ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, അനാഥരായിട്ട് വിടത്തില്ല, കഷ്ടതയിൽ മാറി നിൽക്കത്തില്ല. അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്ന വിശ്വസ്തത 2-3 പേർ എവിടെ കൂടിയാലും നടുവിൽ വരുമെന്ന് അവിടുത്തെ വാഗ്ദത്തം. ദീനത്തിൽ കിടക്ക മാറ്റിവിരിക്കുമെന്ന വിശ്വസ്തന അവിടുത്തെ വാഗ്ദത്തം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ടെന്ന അവിടുത്തെ വിശ്വസ്തതയുടെ വാഗ്ദത്തമാ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിപ്പി. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ടെന്ന്. ആ സ്ഥലം ഒരുക്കിയച്ച് തിരിച്ചു വന്ന് നിങ്ങൾ എന്റെ അടുക്ക ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുത്തുമെന്ന്. ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. 1 പരിചയപ്പെടുത്തി, വിശ്വസ്തൻ. 2 അഭിനന്ദനമാണ്. പക്ഷേ
ദുർഗതി എന്ന് പറയട്ടെ, ലവോദിക്കിയ സഭയെ അഭിനന്ദിക്കേണ്ടതായ കാര്യങ്ങളൊന്നും അധികം ഇല്ല. എന്നാൽ മറ്റ് സഭകളെ കർത്താവ് അഭിനന്ദിക്കുന്നുണ്ട്. നീ എന്റെ വചനം കാത്തു, അവരെ അഭിനന്ദിച്ചു. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ ഉണ്ട്, ഉണ്ടോ? അങ്ങനെ ചിലര് കർത്താവ് അഭിനന്ദിക്കും. അല്ല, അഭിനന്ദിക്കുന്നത് തെറ്റൊന്നുമല്ല. ഈ അഭിനന്ദിക്കാത്ത ആരാന്നറിയാമോ? അസൂയുള്ളവരാ. അതെ അതെ, കുരുക്കും കുന്നായ്മയും കുശാഗ്ര ബുദ്ധിയും കുരുട്ട് ബുദ്ധിയും. അതെ, അവരഭിനന്ദിക്കുകയല്ല. അവർക്കിതെല്ലാം കാണുമ്പോൾ അങ്ങ് അസ്വസ്ഥതയാ. ഞങ്ങൾക്കൊരു പുള്ളിയുണ്ട്, എവിടെ ചെന്നാലും പുള്ളി നല്ല കാര്യം പറയല. എന്തിനായി കസാര വിട്ടിട്ട് ഈ പ്രസംഗ വീട് ഇവിടെ ആന്നോ വെക്കണ്ടേ? അവൻ എന്തിനാ അവിടെ ഇരിക്കുന്നേ? ഇതൊന്നും പുള്ളിയെ ബാധിക്കുന്ന വിഷയമേ. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ദൈവമക്കൾ അഭിനന്ദിക്കേണ്ട വിഷയത്തിൽ അഭിനന്ദിക്കണം. ഞാൻ ഉദാഹരണമാണ്, നിങ്ങളെ ഉടക്കുണ്ടാക്കാൻ പറയുകയല്ല. ഉദാഹരണം നമ്മളൊരു ശുശ്രൂഷയ്ക്ക് ഒരു വീട്ടിലോ സഭയിലോ ചെന്നു. ഇപ്പോഴത്തെ രീതിയൊക്കെ അനുസരിച്ച് ആ ശുശ്രൂഷ കഴിയുമ്പോൾ അവര് ഭക്ഷണം തന്നു. ചിലപ്പോൾ ഒരു സാമ്പാറും തോരനും ഒരു മീനും മതി. പക്ഷെ അതിന്റെ മുമ്പിൽ അധ്വാനിച്ച കരമുണ്ട്, അല്ലേ? അവരെന്ത് കഷ്ടപ്പെട്ട് ബന്ധപ്പെട്ട അത് ക്രമീകരിച്ചു. അപ്പൊ അത് കഴിച്ചേച്ച് 3 ഏമ്പൊക്കം വിട്ടേച്ച് മിണ്ടാതെ ഓടുകയല്ല. ആട്ടെ സഹോദരി നന്നായിരിക്കുന്നു, ആട്ടെ ബ്രദറെ നന്നായിരിക്കുന്നു, അഭിനന്ദിക്കണ്ടേ? ആ കൂട്ടാൻ വളരെ രുചിയുണ്ടായിരുന്നു. അപ്പൊ അത് കഷ്ടപ്പെട്ടവർക്ക് മനസ്സിനൊരു അഭിനന്ദിക്കണം. കർത്താവ് ഈ അങ്ങനെ പറയാതെ മോന്ത തെളിയാതെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. പാസേച്ച തോരൻ, ഇത് അങ്ങ് അസൂയ. ഇതുങ്ങൾക്ക് മനസ്സ് നല്ലതല്ല. മനസ്സ് നല്ലതല്ല. വെള്ളം ഇട്ടോണ്ടാണെന്നൊന്നും കാര്യമായില്ല. 7 മീറ്റർ തുണി അടച്ചെന്ന് മേടിച്ച് മുഴുവൻ മുടുത്ത ജിബ്ബ മുട്ടിന് താഴെ. ഹൃദയം നന്നാകണ്ടേ? അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കണം. നമ്മുടെ ഒരു സഭയിൽ ഒരു കുഞ്ഞു പാട്ട് പാടി, മോളെ നന്നായിരിക്കുന്നു കേട്ടോ, അഭിനന്ദിക്കണം. ഒരു സഹോദരൻ 2 വാക്യം പറഞ്ഞു, 5 മിനിറ്റ് എടുത്തു. ബ്രദറെ നന്നായിരിക്കുന്നത് എന്നോടുള്ള ദൂതായിരുന്നു. അപ്പൊ പ്രാർത്ഥിച്ച് ദൂതൊരുക്കി അവനോടൊരു ധൈര്യമായി. അഭിനന്ദിക്കണം. കർത്താവ് അഭിനന്ദിച്ചല്ലോ. ബർയോനാശി മോനെ, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവ. ഉണ്ടോ? അഭിനന്ദിച്ചു. ഒരിക്കലൊരു സ്ത്രീയോട് പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസം. വേറൊരിക്കൽ കനാനിയ സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത് ഉണ്ടോ? അവള് കനാനിയ സ്ത്രീയാ. പണ്ടൊരാൾ പറഞ്ഞ് കനാനായ സ്ത്രീയാന്ന്, പിന്നെ പറഞ്ഞ് കനാനായ അല്ല, എന്നാ കന്യാസ്ത്രീയാന്ന്. കന്യാസ്ത്രീയുമല്ല കനാനായ സ്ത്രീയുമല്ല, കനാന്യ സ്ത്രീയാ. ഈ ഗ്രൂപ്പിൽ പെട്ടവളല്ല. എന്നാലും അവളെ യേശു അഭിനന്ദിച്ചു. നിന്റെ വിശ്വാസം. നമ്മൾ അങ്ങനെ ഒരു വിശ്വാസം ഒരാൾ പറഞ്ഞു, അത് ശാശായിരിക്കുമെന്ന്. ഞങ്ങളുടേത് മാത്രമാണ് ശരിയായ വിശ്വാസം, അത് ഭൂതമാന്ന്. അവര് പ്രാർത്ഥിച്ചപ്പോൾ രോഗി സഭയ്ക്കുമായി ശാശാന്ന്. നീ പ്രാർത്ഥിച്ചിട്ടൊരു പരട്ടച്ചൊറി മാറിയോ? പിന്നല്ലേ നല്ല ചൊറി. ഒരു കാര്യം പറയാം, നമുക്ക് നല്ല മനസ്സ് വേണം. മറ്റുള്ളവരെ അഭിനന്ദിക്കുക. നല്ല കാര്യം കാണുമ്പോൾ അവരെ അഭിനന്ദിക്കുക. യേശുവിന്റെ മാതൃകയാ. അതാ പറഞ്ഞ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിലുണ്ട്. വേറെ സഭയോട് പറഞ്ഞു, നീ എന്റെ ഈ പരീക്ഷ കാലത്താന്നില്ല, നീ എന്റെ വചനം കാത്തു, ഞാൻ നിന്നെയും കാക്കും. സ്തോത്രം. അഭിനന്ദിക്കണം. യേശു അഭിനന്ദിക്കും. അല്ല, ലവോദിക്കിയ സഭയെ അഭിനന്ദിക്കേണ്ടതായ ഒരു കാര്യവും കണ്ടില്ല. എന്നാൽ ആക്ഷേപമായിട്ട് ഉന്നയിച്ചു. ആക്ഷേപം എന്തുവാ? അവരെ പറ്റിയുള്ള ആക്ഷേപം. അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ച് 15. നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ഇതാണ് ആക്ഷേപം. നീ ഉഷ്ണവാനുമല്ല ശീതവാനും. നീ എന്റെ ഭാഷ പറഞ്ഞ നീ തണുപ്പുമല്ല ചൂടുമല്ല. നാടൻ ഭാഷ നിങ്ങൾക്കറിയാം, നീ വാട്ടയാ. വാട്ട. ചൂടും തണുപ്പുമല്ല, പിന്നെ ചൂടുവെള്ളമല്ല തണുത്ത വെള്ളമല്ല, പിന്നെ എന്തോ വെള്ളമായിരിക്കും. വാട്ട വെള്ളമാ. അത് കുടിച്ചാലുള്ള ഗതികേട് ഞാനിപ്പോ പൊതുവെ പറയണ്ടല്ലോ. ഇത് കുടിക്കുന്നതുകൊണ്ടല്ലയോ മുഴുവൻ സഭയിലും
എല്ലാത്തിനും വയറ്റിന് അസുഖമല്ലേ? സഭയ്ക്കകത്തല്ല, ആത്മീയമായിട്ട് അങ്ങ് പറയാം. സഭയ്ക്കകത്ത് ഞായറാഴ്ച ആരാധനയ്ക്ക് എന്ത് ചെയ്യുക? ജോർജാന് വയറ്റിനകത്ത് അത്ര അങ്കച്ചായൻ അവിടെ ആന്നല്ലോ. എവിടാ പാസ്? എന്ത് ചെയ്യുക? പാസൊക്കെ ഒരാഴ്ചയായിട്ട് വാട്ടവെള്ളമാണ് അടിക്കുന്നത്. വാട്ടവെള്ളം അടിക്കുന്ന കാരണം ഒരെണ്ണം ശരിയാകുന്നില്ല എന്ന് പറഞ്ഞാൽ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന് എൻ്റെ ഭാഷയിൽ പറയാ. പ്യുവർ പെന്തിക്കോസാന്നോ അതുമല്ല, സമുദായമാണോ അതുമല്ല. പണ്ട് വിയത്തമ്പച്ചൻ പറഞ്ഞ കാര്യം കടമെടുത്ത് പറയാ. കിണറാന്നോ അതുമല്ല, കുളമാണോ അതുമല്ല, കൊളറ്. കിണറുമല്ല, കുളവുമല്ല, കൊളറ്. പണ്ട് ഞാൻ തീവണ്ടി യാത്ര ചെയ്തപ്പോൾ എൻ്റെ ഒരു 2 സ്നേഹിതന്മാരുണ്ട്. അവർ കസിൻസാണ്, രണ്ടും കഞ്ചൂസാണ്. ഒരു ഹിന്ദിയും കൂടി ഇരിക്കട്ടെ, മുമ്പേ ഒരു ഇംഗ്ലീഷ് പറഞ്ഞല്ലോ. രണ്ടും കഞ്ചൂസാ. ഞാനും ഉണ്ട്. അപ്പം തീവണ്ടി അങ്ങോട്ട് യാത്ര ആന്ധ്രയിൽ കൂടാ വരുന്നത്. അപ്പം ഒരുത്തനോട് ചായയും പരിപ്പോടൊക്കെ കൊടുക്കും. അവനിങ്ങനെ ചായയും. അപ്പം അവൻ മറ്റവനോട് ചോദിക്കുക, പേര് മാറ്റിയാ ഞാൻ പറഞ്ഞ പേര് പറയുന്നത്. ഓൺലൈനിലുണ്ട് അവനെപ്പോഴും ഓൺലൈനിലുള്ളതാണ്. അതുകൊണ്ടാണ് നീ വൈകിട്ട് തന്നെ വിളിക്കും. നീ വിളിച്ചോ എന്നാലും ഞാൻ നിന്റെ കാര്യം പറയും. അപ്പം ചായ ചോദിച്ചു വന്നോണ്ടേ യവൻ മറ്റവനോട് പേര് ഞാൻ മാറ്റി പറയാം. അവൻ ചോദിച്ചു, ഞാനൊരു പേരെടുക്കാം കേട്ടോ, ബാബു ചായ വേണോ വേണ്ടല്ലോ? ചായ വേണോ വേണ്ടല്ലോ എന്ന്. ഇവന്റെ കസിനില്ലേ, അവൻ മിടുക്കൻ, വേണ്ടണം. രണ്ടിനും ഞാൻ ചായ മേടിച്ചു കൊടുത്തു. വൃത്തിയായിട്ട് കുടിക്കുന്നതും കണ്ടു. അല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. വേണ്ടണം എന്ന് പറഞ്ഞ പോലെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ. നീ ഒന്നെങ്കിൽ പ്യുവർ പെന്തിക്കോസ് ആയിരിക്കണം എന്ന് പറഞ്ഞ പെന്തക്കോസിന്റെ അനുഭവത്തിൽ തന്നെ നിൽക്കണം, ഇല്ലെങ്കിൽ സമുദായമായിരിക്കണം. ദൈവത്തിന്റെ മഹത്വം. ഈ ഉപദേശത്തിന്റെ വേർപാടിന്റെ അപ്പോസ്തലിക ഉപദേശത്തിന്റെ കറതീർന്ന ഉപദേശം പറയുകയും പഠിപ്പിക്കുകയും അതിനനുസരിച്ച് പോവുകയും ചെയ്യണം. നാടോടുമ്പോ നടുവേ ഓടുന്നതല്ല. എവിടെ പോയാലും ഏത് ദേശത്ത് പാർത്താലും നീ അവൻ പെന്തിക്കോസിന്റെ മൂല്യം തകർക്കരുത്. മൺമറഞ്ഞ ഹാബേൽ ജി വർഗീസ് അവർകള് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. തൂവൈരെ കീവർഗീസ് എന്ന് പറയാം അദ്ദേഹത്തിന്റെ പിതാവ്. ഇപ്പോഴത്തെ അടൂര് സെൻട്രൽ പാസ്റ്റർ, ഇപ്പം സെൻട്രലിലൊക്കെ പ്രശ്നമായതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി. ബെഞ്ചമിൻ വർഗീസ് അവർകളുടെ ജ്യേഷ്ഠ സഹോദരനാണ് ഹാബേൽ ജി വർഗീസ്. അവരുടെ അപ്പന തൂവര കീവർഗീസ്. അച്ഛനറിയാം. ബെഞ്ചമിൻ വർഗീസ്, ഹാബേൽ ജി വർഗീസ്, കാലേബ്, പിന്നെ ഒരാളുണ്ടായിരുന്നു ബർണവാസ്, പെങ്ങള് റാഗേലു കൊച്ചമ്മ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പറയുമായിരുന്നു, പുള്ളി പറഞ്ഞത് കടമെടുക്കുക, കേരള പെന്തിക്കോസ് കൾച്ചർ ശ്രേഷ്ഠമാണ്. അദ്ദേഹം പൊട്ടനായിട്ടൊന്നുമല്ല, നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ്, ഉന്നതനായ മനുഷ്യനാണ്, നല്ല അറിവും. തിരുവല്ല പായിപ്പാട് ബൈബിൾ സ്കൂളിന്റെ ചുമതലയിലൊക്കെ ഇരുന്ന ആളാണ് ഹാബേൽ ജി വർഗീസ്. അദ്ദേഹം മിക്കപ്പോഴും പറയുമായിരുന്നു കേരള പെന്തക്കോസ് കൾച്ചർ. അതിനെ വെല്ലാൻ വേറൊന്നുമില്ലെന്ന പുള്ളിയുടെ വാദം. അവരൊക്കെ അനുഭവ സമ്പത്തുള്ളവരും കണ്ടും കേട്ടും പഠിച്ചവരാണ്. സ്തോത്രം. നീ അമേരിക്ക പോയാലും പേർഷ്യയിൽ പോയാലും ലണ്ടനിൽ പോയാലും അയർലൻഡിൽ പോയാലും ന്യൂസിലൻഡ് ആണെങ്കിലും ഗൾഫ് രാജ്യത്താണെങ്കിലും ഇതിന് മാറ്റമൊന്നുമില്ലല്ലോ. ഇത് അവിടെ ഇവിടെയെല്ലാം ഒരു വചനമാണെന്നായി പറഞ്ഞത്. ദൈവത്തിന് മഹത്വം. അത് അവന് സ്തോത്രം. ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കണം. ഇവിടെ സമയമായോ? പിന്നെ കൂടെ നോക്കിയേ. ഇവിടെ ഉണ്ട് വാച്ച് ഞാൻ മേടിച്ച. അതിന് എനിക്കറിയാം ഇടയ്ക്ക് നോക്കുന്ന, അതിനാ ഞാൻ മേടിച്ചു വെച്ചേ. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ ഉപദേശ സത്യത്തിന് വേണ്ടി നിലനിൽക്കണമെന്ന്. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനൻ. അതാണ് ഇവരെ ആക്ഷേപിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നെ കൂടെ പ്രതിയാക്കി പറയുക, ജീവൻ പോകേണ്ടി വന്നാലും പെന്തിക്കോസിന്റെ മൂല്യത്തിന് മാറ്റം വരുത്തരുത്. ചിലപ്പോൾ നീ ഒറ്റപ്പെട്ടെന്ന് വരാം, നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം, കൊച്ചുങ്ങളും ഇപ്പോഴത്തെ യൂത്തും ഒക്കെ നിന്നെ ആക്ഷേപിച്ചെന്ന് വരാം, പരിഹസിച്ചെന്ന് വരാം. പക്ഷെ ഇവിടെ അല്ല നിന്റെ പ്രതിഫലം, ഇവിടെ അല്ല നിന്റെ അഭിനന്ദനം, ഇവിടെ അല്ല നിന്നെ ആദരിക്കുന്നത്. ആദരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആദരിക്കുന്ന ഒരു സുദിനമുണ്ട്.
അവിടെ ചെന്ന് പന്തിക്കിരിക്കുമ്പം അവിടെ ഉള്ളവരെല്ലാം കൂടെ ചോദിക്കും, അരിവർ അരിവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ. അരിവർ അരിവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ. ഓ പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തം ഓ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ. അതേ സമയത്തെ ഭയപ്പെടുന്നു. ആരിവർ ആരിവർ രാജനോടൊപ്പമായി പന്തിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടല്ല നമ്മളെ അഭിനന്ദിക്കുന്നത്, ഇവിടല്ല നമുക്ക് പാരിതോഷികം തരുന്നത്, ഇവിടല്ല നമുക്ക് അവൻ അതെ ഇപ്പൊ അങ്ങനെ ഒത്തിരി കൊണ്ട് കൊടുക്കുമല്ലോ ഇങ്ങനെ ഇടുന്നതിന് എന്നാ പറയുന്നത്, ഷാളല്ലെന്ന്, പൊന്നാട, പിന്നെ ഫലകം. ഞാൻ എതിർക്കുന്നില്ല, ഇതൊന്നുമല്ല. അവിടെ ചെല്ലുമ്പോഴാ പ്രതിഫലം. അവിടെ ചെല്ലുമ്പോൾ ഫലകം കിട്ടണം, അവിടെ ചെല്ലുമ്പോൾ പൊന്നാട കിട്ടണം. സ്തോത്രം. അപ്പൊ ഇവിടെ നീ സത്യത്തിന്റെ സാക്ഷിയായി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടെന്ന് വരാം, ഒറ്റപ്പെടുത്തിയെന്ന് വരാം, ഏകാന്തത അനുഭവിച്ചെന്ന് വരാം. പക്ഷെ നിന്നെ കൈവിടാത്തൊരു കർത്താവുണ്ട്. ഓടിച്ച് മുമ്പോട്ട് പോകുക ദൈവത്തിന്റെ മകത്ത്. അപ്പോൾ ഇവരെ അവൻ നന്നായിട്ട് കർത്താവ് ആക്ഷേപിച്ചു. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. കർത്താവിന്റെ മകത്വം. ഇനി അതിന്റെ ഒരു 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 വിവേചനം 17-ാം വാക്യം വായിച്ചേ. 17-ാം വാക്യം. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും. നന്നായിട്ട് കർത്താവ് വിവേചിച്ചു വരെ. ഇവര് തന്നെ ആയിരുന്നു പറയാ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. നമ്മളൊക്കെ അത് തന്നെ ഇപ്പൊ പറയുന്നത്. ഞാൻ സമ്പന്നൻ, ഞാൻ രക്ഷിക്കപ്പെട്ടു. പിന്നെ എന്നായിരുന്നു AD മോസസിന്റെ കാലത്ത് ഇടയ്ക്ക് ഞെട്ടുമൊക്കെ ഒന്ന് സ്നാനപ്പെട്ടായിരുന്നു. പിന്നെ അച്ചൻകോവിലായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ പാലത്തെ ഞാന്ന് വരെ ആൾക്കാർ കടന്നത് എന്റെ സ്നാനം കാണാൻ. ആരാ എന്നെ മുക്കിയത്? കുഞ്ഞുവനച്ചാൻ. ഉമ്മായിരുന്ന് ഗമണ്ടും പറഞ്ഞ് അഭിഷേകം പ്രാപിച്ചു. അയ്യോ, എന്റെ അടുത്ത് പോലും വാരിയിരിക്കുകയല്ല. 3 വാരിയല്ലോ അവനെ ഞാൻ ഓടിച്ചു. ഞാൻ സമ്പന്നൻ, ധനവാൻ, എനിക്കൊന്നിനും. സ്തോത്രം. പിള്ളേര് മൂത്തവനെ കാനഡ, രണ്ടാമത്തവന് ഓസ്ട്രേലിയ, ഇളയവന് ലണ്ടനില്, മോള് ന്യൂസിലൻഡില്. ഇടയ്ക്കിടയ്ക്ക് ഉപ്പം കൂവം പോലെ കൂവുന്നതാ. ഇവിടെ ചെറ്റപ്പരയായിരുന്നു. ഇപ്പോൾ ഈ വലിയ വീട് ഇവിടെ ഒരെണ്ണം കൊണ്ട് അപ്പുറം ഒരെണ്ണം പണിയുന്നു. ഇത് പിള്ളേർക്ക് ഇപ്പൊ ഇത് അങ്ങോട്ട് ബോധിക്കുന്നില്ല. അവര് വേറൊരെണ്ണം ഇപ്പം ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. എന്തിനാ അധികം വിവരിക്കുന്ന അറിയാമല്ലോ. ഇതെല്ലാം ഇണക്കി വെച്ചിരിക്കുക. പക്ഷേ കർത്താവ് വിവേചിച്ച് പറഞ്ഞ എന്നാന്നറിയാമോ? നീ ഭൗതികമായ മെറ്റീരിയലായ ലൗകികമായ വിഷയത്തിലാണ് നീ സമ്പന്നനെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ നിന്റെ ആത്മിക വിഷയമാണ് നോക്കുന്നത്. നിന്റെ ആത്മിക ഇറങ്ങിയ തീക്ഷണത ഇപ്പോഴും ഉണ്ടോ? ഇറങ്ങിയ പ്രത്യാശ ഉണ്ടോ? സ്തോത്രം. ഉണ്ടെങ്കിൽ നന്ന്. അന്നൊക്കെ കൈയൊക്കെ വീശി അടിക്കുന്നത്. ഇന്നങ്ങനെ വലിയ അടിയൊന്നുമില്ല. ഇങ്ങനെ ആയിരിക്കുന്നത്. നാളെ ഒരു തന്നിരിക്കുന്നുണ്ട്. ഞാൻ സമ്പന്നൻ, ധനവാൻ, എനിക്കൊന്നും മുട്ടില്ലെന്ന്. പണ്ടൊക്കെ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നാടൊന്നും ഞടുങ്ങും. ഇപ്പോഴോ നിങ്ങൾ ജനിക്കാനൊന്നും പറഞ്ഞതല്ല, രസിക്കാനും പറഞ്ഞതല്ല, ഞാനതിന്റെ കാര്യമാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ആത്മിക നിലവാരത്തിന് ഭംഗം വന്നെന്ന് ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ മടങ്ങി വരുന്നെങ്കിൽ ക്ഷീരവാനുമല്ല ഉഷ്ണവാനുമല്ല ആ രീതി പോകാതെ ഇന്ന് രാത്രി മടങ്ങി വരണം. സ്വയപ്രശംസ പാടില്ല. ഞങ്ങൾക്കിപ്പോ സഭകളുണ്ട്, 300 സഭയുണ്ട്, ശുശ്രൂഷകർ, അങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തർ പറഞ്ഞത്. ഞങ്ങൾക്ക് 3000-ഓളം. ഇപ്പോൾ വേൾഡിൽ ഞങ്ങളാണ് നമ്പർ 1. ഒരാളെന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഒരു സഭയിൽ 10 ലക്ഷം പേരുണ്ടെന്ന്. ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷേ തന്നെത്താൻ അങ്ങ് പുകഴുക, പ്രശംസിക്കുക. അപ്പം വേറെ ഒരു കൂട്ടർ പറഞ്ഞു 2ാം സ്ഥാനം ഞങ്ങളാണ്.
അപ്പം വേറൊരു ഗ്രൂപ്പുകാർ പറഞ്ഞു അതൊക്കെ ഇരിക്കണം, പക്ഷേ മലയാളികളുടെ ഇടയിൽ നമ്പർ 1 ഈ പേര് ഞാൻ പറയുന്നില്ല, വെറുതെ എന്തിനു ആലോക്യം ഉണ്ടാക്കുക. തന്നെത്താൻ ഇങ്ങനെ പ്രശംസിക്കുക, തന്നെത്താരെന്ന് ചീർക്കുക. കർത്താവ് തൻ്റെ തൃക്കണ്ണ് കൊണ്ട് വിവേചിച്ച് നോക്കിയാൽ പറയാ, നിന്നെ പോലെ അരിഷ്ടനും നിന്നെ പോലെ കുരുടനും നഗ്നനും വേറെ ആരുമില്ല. ഇന്ന് രാത്രി നമ്മളോട് കർത്താവ് ദൂത് പറയുകയാ. ഏതാണ്ടല്ല ആയെന്നോ എന്തെല്ലോ കിട്ടിയെന്നോ ഒക്കെ ചിന്തിച്ച് അവ തൃപ്തിപ്പെടരുത്. ഇന്ന് രാത്രി ഞാനും നിങ്ങളും നെടുമ്പാട് വീണ് കരഞ്ഞ് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക. കർത്താവ് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. അത് പറഞ്ഞ പാകം വിട. മുന്നറിയിപ്പ് എന്തുവാ? മുന്നറിയിപ്പ് 16-ാം വാക്യം വായിച്ച മുന്നറിയിപ്പ് 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 മൈക്ക് കൂടെ വായിക്കും ദൈവദാസനെ. ഇങ്ങനെ നീ ശീലവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ വിധത്തിൽ ഞാൻ നിങ്ങൾ മുമ്പോട്ട് പോയാൽ നമ്മളെ ഉമിണ്ണ് കളയും. അത് ഇടയാകരുത്. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഏതിൽ നിന്ന് വീണെന്നോർത്ത് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നെങ്കിൽ കർത്താവ് നിന്നെ തന്റെ അടുക്ക ചേർത്തുകൊള്ളും. ഇന്ന് രാത്രി ആ കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടുക. ഞാൻ ഇനി അധികം ദീർഘമാകാത്ത എൻ്റെ പുസ്തകം മടക്കി സ്തോത്രം മടക്കി. ഇനി അങ്ങനെ ഒരു ചിന്താഭാരം ഉണ്ടാകണ്ട. അയാളുടെ നിപ്പ് കണ്ടിട്ട് മിക്കവാറും 10 മണി വരെ പോകുമെന്നാ തോന്നുന്നു. അപ്പം ചെല്ലു പറയാം, അയാൾക്ക് അല്ലെങ്കിലും ബോധമുള്ളവനല്ല. അല്ല, അത് മടക്കി എടുക്കുന്നില്ല അധികം. ഇന്ന് രാത്രി യേശു വാതിക്കൽ നിന്ന് മുട്ടുക. ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, വായിപ്പിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിടാം. 1 ഉൽപ്പത്തി 4:7 കിടപ്പുണ്ട്. വാതിക്കൽ എന്തുവാന്ന്? പാപം വാതിക്കൽ കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിന്നോടാ. നീ ചെയ്യേണ്ട അതിനെ കീഴടക്കണം. 1 പാപം വാതിക്കൽ കിടക്കുന്നു. എന്തുവാ പാപം? അനുസരണക്കേട്, അരുത് എന്ന് പറഞ്ഞ കാര്യം നീ തെറ്റിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി അത് നിന്നോട് അവന് സ്വന്തം നിന്റെ വാതിക്കൽ കിടക്കുക. ഈ രാത്രി നീ പാപത്തെ ജയിക്കണം. സ്വയശക്തി കൊണ്ട് ജയിക്കാനൊക്കത്തില്ല. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ തീർത്ഥയാത്ര കൊണ്ടോ തീർത്ഥാടനങ്ങൾ കൊണ്ട് പാപത്തിന് മോചനം കിട്ടത്തില്ലെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. അത് അങ്ങനെ തന്നെ. പിന്നെങ്ങനെ പാപത്തിന് മോചനം കിട്ടും? യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ, യേശുവിന്റെ നിർമ്മല രക്തത്താൽ, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. യേശുവിന്റെ രക്തം വിലയേറിയ രക്തമാ. ഇത് നിർമ്മല രക്തമാ. ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ. ഇത് പുണ്യാഗ രക്തമാ. ഇത് പാപം മോചിക്കുന്ന രക്തമാ. ഇത് പരിശുദ്ധ രക്തമാ. ഇത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ. ഈ രക്തത്തിൽ പാപമില്ല. യേശുവിന്റെ രക്തത്തിൽ കളങ്കമില്ല. യേശുവിന്റെ രക്തത്തിൽ യാതൊരു കുഴപ്പടിയില്ല. ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാക്കളുടെ രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം നിന്റെ സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രി സ്നേഹിത, സുഹൃത്തെ, മാതാവേ, പിതാവേ, സഹോദര, നീ പാപത്തിന്റെ പടുകുടിയിൽ രക്ഷപ്പെടുവാൻ മാർഗമില്ലെന്നോർത്ത് നിരാശപ്പെട്ടു പോകരുത്. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ യേശു. നിന്റെ പാപത്തെ മോചിക്കാൻ കഴിവുള്ളവൻ യേശു. നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ളവൻ യേശു. ഇന്ന് രാത്രി ആ യേശുവിന്റെ വാലാരബന്ധത്തിൽ സമർപ്പിക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. 1 പാപം വാതിക്കൽ കിടക്കുന്നു. 2 വാതിക്കൽ വായിപ്പിക്കുന്നില്ല. സംഹാരദൂതൻ വാതിക്കൽ നിൽക്കുന്നു. സംഹാരദൂതൻ വാതിക്കൽ എന്തിനാണെന്നറിയാമോ? ആദ്യജാതനെ തട്ടിക്കളയാനാ. അപ്പൊ ചെയ്യേണ്ട കാര്യം, കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ച് സ്തോത്രം മിസ്രയീം വിട്ട് നീ മറുകര കയറണം. മിസ്രയീം എപ്പോഴാ വിടുന്നത്? ചെങ്കടൽ തീരത്ത് വന്ന് നിന്നാലൊന്നും മിസ്രയീം വിടുകയല്ല. ചെങ്കടൽ കടന്ന് മറുകര കയറുമ്പോഴാ മിസ്രയീമായിട്ട് പൂർണ്ണ വിടുതല്. എന്ന് പറഞ്ഞാൽ സ്നാനം 1 രക്ഷ, പാപമോചനം പ്രാപിച്ച് രക്ഷിക്കപ്പെടണം. 2 സംഹാരകൻ വാതിക്കൽ നിൽക്കുന്നു. ദൈവത്തിന് മകത്വം. ഇന്ന് രാത്രി അവനെ ജയിക്കണം.
ജയിക്കണമെങ്കിൽ മിശ്രയും പെടണം. മിശ്രയും വിടുക എന്ന് പറഞ്ഞാൽ ചെങ്കല്ലിൽ കിടന്ന് അക്കരെ കയറണം. സ്നാനമോ ജഡത്തിൻ്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിയാണ്. ഇടയ്ക്കത്തെ ഭാഗമൊന്നും ഞാൻ വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. ഈ ഗുണമാകാനാണ് ഞാൻ ഇത്രയും പറഞ്ഞതൊക്കെ കേട്ടാൽ മതി. ഇതിനകത്ത് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ഇല്ല, ഞങ്ങൾ 9:45 ഗുണപ്പെടാനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ. ഇല്ല, ഇത് മതി ആവശ്യമുള്ളതായല്ലോ. ഒന്ന്, പാപം വാതിക്കൽ അതിനെ ജയിച്ച് കീഴടക്കി വിജയം പ്രാപിക്കണം യേശുവിന്റെ രക്തത്താൽ. 2, സംഹാരകൻ വാതിക്കൽ അവന്റെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ ചോരത്തളി ആചരിച്ച് മിശ്രയും വിട്ട് നീ ചെങ്കടൽ കടന്ന് മറുകര കയറണം. അക്കരെ കയറിയാൽ ഇവൻ നിന്നെ തൊടുകയല്ല. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം. ദൈവത്തിന് മഹത്വം. 3, യാക്കോബിന്റെ ലേഖനത്തിലുണ്ട്, ന്യായാധിപതി വാതിക്കൽ നിപ്പുണ്ടെന്ന്. സ്തോത്രം. വാതിക്കൽ ന്യായാധിപതിയുണ്ട്. എന്നെയും നിങ്ങളെയും ന്യായം വിധിക്കാൻ ഒരുവനുണ്ട്. ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുക. പറഞ്ഞ വാക്ക്, പ്രവർത്തിച്ചത്, ചിന്തിച്ചത്, നിരൂപിച്ചത്, ഇടപെട്ടത്, കുരുക്കൊപ്പിച്ചത്, ഫേസ്ബുക്കിൽ എഴുതിയത്, അവൻ ദോഷം ഒപ്പിച്ചത്, പേനായി എടുത്തെഴുതിയത്, ഫോണിൽ കൂടെ പറഞ്ഞത്, ചെന്ന് പറഞ്ഞത്, ബൈക്കിൽ ചെന്ന് പറഞ്ഞത്, ഓട്ടോയിൽ പോയി പറഞ്ഞത്, വണ്ടിയെ പോയി പറഞ്ഞത്, സഭായകം തുടങ്ങുന്നതിന് മുന്നേ മിറ്റത്ത് നിന്ന് പറഞ്ഞത്, സഭായം കഴിഞ്ഞ് വീട്ടിലോട്ട് പോയപ്പോൾ പറഞ്ഞത്, കമ്മിറ്റി കയറി കുരുക്കൊപ്പിച്ചത്, കൂട്ടുസഹോദരനെതിരെ നീ ആക്ഷേപം പറഞ്ഞത്, അപവാദം, നിന്റെ കണ്ണിന് കാണാത്ത, നിനക്ക് അറിയാത്ത, നിനക്ക് തിട്ടമില്ലാത്ത വിഷയത്തിൽ നീ കൂടെ ചേർത്ത് ഇത് മുഴുവനും നിന്നെ ന്യായം വിധിക്കും. ന്യായാധിപതി വാതിക്കലുണ്ട്. സ്തോത്രം. സ്നാനപ്പെട്ടിട്ടുള്ളവരും മറുപക്ഷത്തിട്ടമായി പേശിയോരും, സ്നാനപ്പെട്ടിട്ടുള്ളവരും മറുപക്ഷത്തിട്ടമായി പേശിയോരും, പാചക വ്യാഖ്യാനം ചെയ്തവരും വരും, പാചക വ്യാഖ്യാനം ചെയ്തവരും എല്ലാവരും വന്നേ മതിയാകൂ. രാജരാജൻ മജിക സിംഹാസനെ പുസ്തകമായി വരുമ്പോ, ഓ രാജരാജൻ മജിക സിംഹാസനെ പുസ്തകമായി വരുമ്പോ, തോട്ടത്തിലെ ജണ്ടന്മാർ കങ്കാണിമാർ റൈറ്റർമാരും വരുമേ, തോട്ടത്തിലെ ജണ്ടന്മാർ കങ്കാണിമാർ റൈറ്റർമാരും വരുമേ, മൂപ്പൻ കണക്കനും കപ്പ്യാരും സെക്രട്ടറി, മൂപ്പൻ കണക്കനും കപ്പ്യാരും സെക്രട്ടറി എല്ലാവരും വന്നേ മതിയാം. രാജരാജൻ മജിക സിംഹാസനെ പുസ്തകമായി വരുമ്പോ, ന്യായാധിപതി വാതിക്കൽ നിൽപ്പുണ്ട്. ആരെ ന്യായമതിക്കും, എന്തിന് ന്യായമതിക്കും, എങ്ങനെ ന്യായമതിക്കും, ന്യായപതിയുടെ സിംഹാസനം എവിടെ, ആ ന്യായവിസ്താരത്തിൽ ആരൊക്കെ വരും, സാക്ഷികൾ ആരാ, ഇതൊക്കെ വിസ്തരിച്ച് പറയേണ്ടതാ. ഇന്ന് അതിന് മുതിരുന്നില്ല. ന്യായാധിപതി വാതിക്കൽ നിൽപ്പുണ്ട്. 1, വാതിക്കൽ പാപം ജയമെടുത്തോണം. 2, വാതിക്കൽ സംഹാരകൻ ചോരത്തിൽ ആചരിച്ച് മിശ്രയും വിട്ടോണം, ചെങ്കടൽ കിടക്കണം. സ്നാനം. അപ്പൊ 1 രക്ഷിക്കപ്പെടണം, 2 സ്നാനപ്പെടണം. 3, വാതിക്കൽ ന്യായാധിപതിയുണ്ട്. ന്യായം വിധിക്കുമ്പോൾ നേരെ നിന്ന് കാര്യം പറയണം. 4, വായിക്കണ്ട. വാതിക്കൽ ഉത്തമഗീതം 5:2 പറയുക, വാതിക്കൽ നിന്ന് മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം. പ്രിയൻ വാതിക്കലായി. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. ദൈവത്തിന് മഹത്വം. ആമേൻ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നു. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് കാണിക്കുക. യേശു വരാറായി, യേശു വീണ്ടും വരാറായി. എന്തിന്? തനിക്കായി സ്നാന അഭിഷേകം പ്രാപിച്ച്, വേർപാട് പാലിച്ച്, തിരുമേശകെടുത്ത്, കൂട്ടായ്മ ആചരിച്ച്, പ്രാർത്ഥന കഴിച്ച്, അവൻ ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് ദൈവത്തോടും മനസ്സോടും മനുഷ്യരോട് കുറ്റമറ്റ മനസ്സാക്ഷോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതിന്റെ ശബ്ദമാ കേട്ടോണ്ടിരിക്കുന്നത്. വാതിക്കൽ നിന്ന് മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. കുഞ്ഞോനെ ചാത്താണ്ടേ സൂക്ഷം 9. മനസ്സിലായോ? എനിക്ക് ബോധമുണ്ടെന്ന് ഇപ്പം മനസ്സിലായേ? അതാ സ്തോത്രം. കൃത്യം 9. എന്നാ അച്ഛൻ്റെ വാച്ചും പിടിച്ചു. ദൈവത്തിന് മകത്ത് ഒരു കാര്യം പറയാം. നരകവുമുണ്ട്, സ്വർഗവുമുണ്ട്. നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശു മാത്രമാണ് രക്ഷകൻ. യേശു ക്രിസ്തു മാത്രം ദൈവം. യേശു ക്രിസ്തു ഏക ദൈവം. ആ സത്യദൈവത്തെ ഭജിച്ച് നല്ല അന്ത്യം പ്രാപിക്കുവാൻ ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് ഓർപ്പിച്ച് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം.
ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ, ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ, ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ ആരാ പാട്ടുകാർ? നിങ്ങൾ ഏതെങ്കിലും പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടോ കർത്താവിന്റെ വരവിനെ പറ്റി? ഏത് പാട്ടാ? ആയിക്കോട്ടെ, കർത്താവ് തൻ ഗംഭീര വാ കേറി വാ, പ്രധാന ദൈവ ദൂതർ ശബ്ദത്തോടും കർത്താവ് തൻ ഗംഭീര. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രധാന ദൈവ ദൂതർ കൈയടിച്ച് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്ത്, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കേൾക്കുന്ന മാത്രയിൽ, മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ഇടുവേ, പെട്ടെന്നുയർത്തുവാനിൽ ഇടുവേ. സന്തോഷം തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രവഹിക്കുമവർ മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ. ഓ കേൾക്കുന്ന മാത്രയിൽ മണ്ണിൽ ഉറങ്ങി കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, ഓ തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രവഹിക്കുമവർ. രാജത്വം പ്രാപിച്ചു ഭൂതലത്തിൽ ആയിരമടുമണം ഇടുമ്പോൾ, രാജത്വം പ്രാപിച്ചു ഭൂതലത്തിൽ ആയിരമടുമണം ഇടുമ്പോൾ, ശത്രുവംശതാരത്തിടുന്നു, ശത്രുവംശതാരത്തിടുന്നു. പണിയിടും ഭൂമിയിൽ, പണിയിടും ഭൂമിയിൽ, പണിയിടും ഭൂമിയിൽ, രാജൻ പണിയിടും ഭൂമിയിൽ, പണിയിടും പണിയിടും ഭൂമിയിൽ, കർത്താവുതൻ ഗംഭീരനാദത്തോടെ കരമുയർത്തി ഹല്ലേലൂയ പാടാ, ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ആ കരങ്ങൾ ഉയർത്തി 2 ശീലൂടെ കൈകൾ വീശി ഉയർത്തി ഇന്നും എന്നേക്കും കരങ്ങൾ വീശി പാർക്കും നമ്മളെല്ലാം. ഓ കരങ്ങൾ ഉയർത്തി വീശി ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഒരിക്കൽ കൂടെ പാർക്കും നമ്മളെല്ലാം. ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാ, ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ, ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്തദാസനും സഭയ്ക്കും